നല്ല രാത്രിക്കായി ഞാൻ ദൈവത്തിന് മഹത്വം കരറ്റുകയാണ്. आशीष से भरा हुआ इस अच्छे रात काल के लिए प्रभु को धन्यवाद देते हैं. വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയബോധത്തോടും കൂടെ ദൈവവചന കേൾവിക്കായും ആത്മീയ ആരാധനയ്ക്കായും ഒത്തുചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങൾ ഞാൻ പ്രാരംഭമായി അറിയിക്കുന്നു. प्रार्थना के साथ बड़े आग्रह के साथ परमेश्वर वचन की सुनने के लिए आए हुए सभी लोगों को बस सबों को प्रभु यीशु के नाम से वंदन करता हूं. അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയ്ക്ക് നൽകുന്ന കർത്താവിന്റെ ദാസൻ പ്രിയ പാസ്റ്റർ കുടുംബം, അനുഗ്രഹീതരായ ദൈവമക്കൾ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ, പൂനെ ഡിസ്ട്രിക്റ്റിൽ ഉൾപ്പെടെ ചുമതല വഹിക്കുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാരുണ്ട്. ഒരുമിച്ച് ലഭിച്ച അവസരം ജീവിതത്തിലെ സൗഭാഗ്യ നിമിഷങ്ങളായി കണക്കാക്കുക. स्थानीय कलीसिया का पासवान परिवार और इस डिस्ट्रिक्ट के भिन्न भिन्न जगह में सेवकाई करने वाले प्रभु का खादिम लोग और जितने माननीय हलिया जो लोग हमारे मध्य में सबों को प्रभु यीशु के नाम से वंदन करते हैं. എനിക്ക് ആത്മബന്ധമുള്ള പ്രിയ സ്ഥാപിച്ചാനും കുടുംബവും അവിടെ ഒരുമിച്ച് താമസിക്കാൻ ഈ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാൻ കഴിയുന്നത് വളരെ ഭാഗ്യകരമായ നിമിഷങ്ങളായി കണക്കാക്കി. आत्मीय संबंध रखने वाला भाई साहब के साथ रहने के लिए और आत्मीय संगति में सहभागी होने के लिए प्रभु अवसर देता है. പല മീറ്റിങ്ങുകളിലും വെച്ച് ഒരുമിച്ച് പരിചയപ്പെട്ട സഹോദരങ്ങളൊക്കെ ഈ മീറ്റിംഗിലുണ്ട്. അവരെയൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. कई सभाओं में जान पहचान करने के लिए प्रभु अवसर दिया. कई लोग इस मीटिंग में आप सबों के लिए धन्यवाद देते हैं. IPC ഗുജറാത്ത് സ്റ്റേറ്റിന്റെ PYP ക്യാമ്പിൽ പ്രിയ കർത്താവിന്റെ ദാസൻ ആ സമയത്ത് ബോംബെയിലായിരുന്നു. ഒരുമിച്ച് ആ ദിവസങ്ങൾ ചെലവഴിച്ച നിമിഷങ്ങൾ ഓർക്കുന്നു. गुजरात स्टेट की जो PYP की कैंप में मुंबई से प्रभु का दास हमारे साथ में थे. हम साथ में सेवकाई करने के लिए प्रभु अवसर दिया. ഷാർജയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ആരാധിക്കാൻ ഇടയായി തീർന്ന പ്രിയപ്പെട്ടവരൊക്കെ ഇവിടെയുണ്ട്. അവരെല്ലാവരെയും ഓർക്കുന്നു. शारजा में भी मिलकर आराधना करने के लिए प्रभु अवसर दिया. सभी लोग यहाँ हैं. सबके लिए प्रभु को ഈ धन्यवाद. ദിവസങ്ങളിൽ വളരെ പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കുമ്പോൾ കർത്താവ് നമ്മോട് സംസാരിക്കട്ടെ. इन दिनों में बड़ी प्रार्थना का साथ हम प्रभु को मसीह में है. प्रभु हमसे बातें करने യോഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞങ്ങൾ ആരുമല്ല, കർത്താവിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. आज की विशेष बात ये है कि हम किसी से नहीं, प्रभु की बड़ी उपस्थिति हमारे मध्य में है. നമ്മൾ പ്രാർത്ഥനയോടെ ദിവസത്തിലായിരുന്ന പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. बड़ी प्रार्थना के साथ प्रभु को उपस्थिति में बैठे प्रभु हमसे बातें करेगा. ഒട്ടും സമയം കളയാതെ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാൻ കർത്താവ് परमेश्वर के वचन की ओर हम जाना चाहते हैं. നമുക്ക് പ്രാരംഭമായ ഒരു കുറിവാക്യം വായിക്കാം. ഗലാത്യലേഖനം 4:19 വാക്യം. गलातियों का पत्री 4:19 आयत हम प्रथम पढ़ेंगे. ആ വാക്യം ഇങ്ങനെയാണ്: ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം. 4:19 में ऐसे लिखा है, हे मेरे बालको, जब तक तुम में मसीह का रूप ना बन जाए तब तक मैं तुम्हारे लिए फिर जच्चा किसी पीड़ाएं सहता. ക്രിസ്തു നമ്മിൽ ഉരുവാകണം. प्रभु यीशु मसीह हमें रूप नए बनना है या रूप धारण करना है. ഒരുമിച്ച് കണ്ണുകളെ അടച്ച് കർത്തൃസന്നിധിയിൽ പ്രാർത്ഥിക്കാം. हम मिलकर आंख बंद करके प्रभु को उसमें प्रार्थना करें. കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ആത്മനിറവിൽ കർത്താവിനെ ആരാധിക്കുന്നവരാണ്. आत्मा में आराधना करने वाले लोग हम सब लिए बैठा है. എന്റെ കൈ ശൂന്യമാണ്, പക്ഷെ കർത്താവ് ഇവിടെ ഉണ്ട്. हमारे हाथ शून्य है परंतु प्रभु को उपस्थिति हमारा मध्य में. അതുകൊണ്ട് എനിക്കൊരു പ്രസംഗം കേൾക്കണമെന്നുള്ള ലാഘവത്തിൽ ആരും ഇരിക്കരുത്. इसलिए कि प्रजा सुनने का एक इच्छा करे भूमि न बैठे. ദൈവശബ്ദം കേൾക്കാൻ കൊതിക്കുന്ന പ്രിയപ്പെട്ടവരുടെ അധരങ്ങൾ തുറന്ന് അല്പസമയം പ്രാർത്ഥിച്ചാൽ प्रभु की आवाज सुनने के लिए जो प्रिय करते हैं उनकी अधर खोलकर जुबान खोलकर प्रभु को सुनिए और धन्यवाद करें. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നവരെ അല്പസമയം ആത്മാവിൽ നിന്ന് പ്രാർത്ഥിക്കാം. आत्मा में प्रार्थना जितने लोग कर सकते हैं आत्मा में प्रार्थना कीजिएगा. ഇവിടെ ആരാധനയ്ക്ക് ഒരു സ്വാതന്ത്ര്യക്കുറവില്ല. आराधना का पूरा आसाध्य हमारा मध्य में है. കരമുയർത്തി ആരാധിക്കാൻ കഴിയുമെങ്കിൽ കരമുയർത്തി ആരാധിക്കാം. हाथ उठाकर आराधना करना तो हाथ उठाकर आराधना करना. നാമം തുറന്ന് അന്യഭാഷയിൽ ആരാധിക്കാൻ കഴിയുമെങ്കിൽ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കാം. मुंह खोलकर अन्य भाषा में आराधना कर सकते हैं, आप आराधना कर सकता है. കരമടിക്കാൻ കഴിയുമെങ്കിൽ കരമടിച്ച് കർത്താവിനെ ആരാധിക്കാം. थाली बजाकर आपको आराधना कर सकते हैं, ऐसे भी कर सकता है. രാത്രിയിലും അഗ്നി ശുശ്രൂഷയുടെ പ്രാരംഭ സമയം മുതൽ പരിശുദ്ധാത്മാവിതമാക്കിക്കൊണ്ട് വളരെ പ്രസക്തമായ ദൈവസഭകളോട് വിളിച്ചു പറയാൻ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ച ഒരു ദൂത് നിങ്ങളുമായി പങ്കുവെക്കാൻ തുടങ്ങുകയാണ്. क्रिस्तु के रूप में हम बदल जाने की सिलसिले में उस संदेश की शीर्षक को लेकर आप कलीसिया के लिए एक आत्मिक संदेश को बांटना मैं चाहता हूं. വളരെ സ്നേഹനിർഭരമായ ഒരു അഭിസംബോധന പൗലോസ് നൽകുകയാണ്. കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞ് അഭിസംബോധന पौलुस നൽകുന്നു. की उस हले संबोधन में उन्होंने ऐसे बालकों बच्चों ऐसे उन्होंने एक शब्द पुकारते हैं. വളരെ ഗൗരവമേറിയ ഒരു ആഹ്വാനം നൽകുന്നു. അതാണ് ക്രിസ്തു നമ്മിൽ ഉരുവാകണം. बड़े एक गौरव के साथ उन्होंने आह्वान करते हैं कि प्रभु हम में रूपांतर होना है. അതിനുവേണ്ടി പൗലോസ് അനുഭവിക്കുന്ന ഹൃദയവേദനയെ, ആത്മസംഘർഷത്തെ പൗലോസ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് ഒരു സ്ത്രീ അനുഭവിക്കുന്ന ബർത്ത് പെയിനുമായിട്ടാണ്. उस रूपांतर होने के लिए लोगों के जीवन में परिवर्तन होने के लिए पौलुस ने
जो अनुभव करने वाले वेदना को जच्चा का पीड़ा का साथ तुलना किया है। നമുക്കറിയാം 9 മാസത്തിലധികം ഉദരത്തിൽ കുഞ്ഞിനെ ചുമക്കുന്ന പെറ്റമ്മ അനുഭവിക്കുന്ന വേദന അതികഠിനമാകാം, അസഹനീയമാകാം, പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാകാം. പക്ഷെ എത്രമാത്രം വേദന അവൾ സഹിച്ചാലും ഊനമില്ലാത്തൊരു കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോൾ അനുഭവിച്ച വേദനയുടെ കാഠിന്യം അവൾ മറക്കും. 9 महीने तक एक माता ने एक बच्चे को गर्भाशय में संभालते हैं, उसकी जो बच्चे के जन्म होने के बाद उन्होंने जो भी पीड़ा को सहन करते हैं, सारे पीड़ा से दुख से वो मुक्त हो जाते हैं. അതേ ബയോളജിക്കൽ ലാംഗ്വേജ് കടമെടുത്തുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഞാൻ അനുഭവിക്കുന്ന ഹൃദയവേദന കൊണ്ട്, ആത്മസംഘർഷം കൊണ്ട് എന്റെ അകത്തുള്ള ലക്ഷ്യം നിങ്ങളുടെ ഉള്ളിൽ കർത്താവ് വരണം. वही आत्मा की जो प्रेरणा के साथ उन्होंने वही इच्छा के साथ बोलते हैं, तुम्हारे अंदर परमेश्वर की आत्मा का रूपांतर होना है. പരിശുദ്ധാത്മാവ് എന്നോട് ഈ ദൂത് കൈമാറിയപ്പോൾ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇതുപോലൊരു കമ്മ്യൂണിറ്റി പ്രസംഗിക്കാൻ പറ്റിയൊരു ദൂതാണോ ഇത്? परमेश्वर की आत्मा मेरे से बात है तो मैंने पूछा, इसे संगति में यही संदेश बोलने के लायक है क्या? ഞാൻ പ്രസംഗിച്ച് പഠിച്ചത് കവലയിലാണ്. കവല പ്രസംഗിക്കുമ്പോൾ യേശു ഉള്ളിൽ ഉരുവാകണം എന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ട്. मैं सड़कों में प्रचार करके जो प्रचार किया है, यीशु रूपांतर पाना हमारे अंदर जन्म होना करके हम खुला बोल सकता है. പക്ഷെ നിങ്ങളെ പോലെ എന്നെ പോലെ പ്രാർത്ഥിക്കുന്ന, പ്രസംഗിക്കുന്ന, അന്യഭാഷ പറയുന്ന ഇത്രയും സംവിധാനങ്ങളും സെറ്റപ്പുള്ള ഒരു ചർച്ചിൽ വന്നിട്ട് ഞാൻ പറയാണ് യേശു ഉള്ളിൽ വരണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ? मेरे समान आपका समान आत्मिक उन्नति करने वाले लोग हैं, जो कलीसिया की समान जो माहौल में होकर रहकर आपको अंदर एक आत्मिक रूपांतर होना करके किस प्रकार में बोल सकता है? വചനം തിരിച്ചറിയാത്ത ഗൂഢജാതിയോടല്ല. पौलुस खाली वचन में हम लोग पढ़ने का समय भाई नहीं जानने वाला अनजान लोगों से नहीं कहता है. പാട്ടും പ്രസംഗവും എല്ലാം ഉള്ള ഏഷ്യാമിനുള്ള പ്രശസ്തമായ ദൈവസഭകളുടെ നെഞ്ചിന് നേരെ വിരൽ ചൂണ്ടിട്ട് പൗലോസ് പറഞ്ഞു, കാര്യങ്ങളെല്ലാം ക്രമമായി നടക്കുന്നുണ്ടെങ്കിലും പലതിന്റെ ഉള്ളിൽ കർത്താവില്ല. एशिया में अच्छे कलीसिया के सामने खड़ा होकर बोला, सब कुछ अच्छे रीत में चल रहे, परंतु कई परिवर्तन की जरूरत है. इस बात को उन्होंने बताते हैं. പല ചർച്ചകളിലും കടന്നു പോകുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഞാൻ പറയാം. നല്ല മാസ്റ്റർ പീസ് പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്, നല്ല കൊയറുണ്ട്, അന്യഭാഷ പറയുന്നുണ്ട്, പക്ഷെ കടന്നു വരുന്നത് പലരും ദൈവ സാന്നിധ്യം അറിയുന്നില്ല. अच्छे प्रचार होता है, तमाम प्रकार की सेवकाई की श्रेष्ठता को अनुभव करते हैं, परंतु आत्मिक परिवर्तन के जीवन में നമ്മുടെ പ്രിയപ്പെട്ടവർ വന്നുകൊണ്ടേയിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ വന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, വന്ന സമയം മുതൽ ഇത്രയും സമയം ഞാൻ കർത്താവിന്റെ സാന്നിധ്യം അറിഞ്ഞുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ഉറപ്പുള്ള പ്രിയപ്പെട്ടവർ ദൈവത്തിന് സ്വന്തം. लोगों से मैं पूछना चाहता हूं कि आप लोग में से कितने लोग यहां बैठने का समय प्रभु की उपस्थिति को महसूस करते हैं, अनुभव करता है? പക്ഷേ അനുഭവിച്ചിട്ടില്ലെങ്കിൽ നെഞ്ചുപൊട്ടി പ്രാർത്ഥിച്ചോണം. കർത്താവ് 9 മണിക്ക് യോഗമാശ്രവാദം പറയുന്നതിന് മുമ്പ് ഇതുവരെ അനുഭവിക്കാത്തൊരു ദൈവിക സ്പർശനം എന്റെ ജീവിതത്തിൽ അനുഭവിക്കണം എന്ന് ഹൃദയത്തിനകത്ത് ആഗ്രഹിക്കുന്നവർക്കാണ് ദൈവത്തിന് സ്വന്തം. अभी तक परमेश्वर की आत्मा के स्पर्श को आपने अनुभव नहीं किया है, आपकी दिल से खोलकर प्रार्थना करना है. 9 बजे यह समाप्त होने से पहले प्रभु आपकी आत्मा के उपस्थिति को अनुभव करने में मेरे जीवन में ചർച്ചകളിൽ നിന്നും ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നതിന് തടസ്സമായിട്ട് കർത്താവ് എന്തുകൊണ്ട് ഇറങ്ങിപ്പോയി എന്നുള്ളതിന്റെ കാരണങ്ങൾ 1, 2, 3 എന്ന് പറഞ്ഞൊരു 10 കാരണം ഞാൻ പറയാൻ പോവാണ്. गलातिया कलीसिया से परमेश्वर की उपस्थिति निकल जाने का कुछ बातों को मैं आपके सामने रखना चाहता हूं. ആരെയും കൊണ്ട് സ്വതന്ത്രം പറയിക്കത്തില്ല, പക്ഷെ നിങ്ങളെ പരിശുദ്ധാത്മാവ് തൊടുന്നെങ്കിൽ, നിങ്ങളോടുള്ള ദൂതാണ് ദൈവാത്മാവ് സംസാരിക്കുന്നുണ്ടെങ്കിൽ പ്രതികരിക്കണം. किसी को भी प्रेरणा से धन्यवाद बोलने की जरूरत नहीं थी. प्रभु की आत्मा वचन के बीच में आपसे बातें करते हो, आप मुंह खोलकर धन्यवाद बोलना. സംഭവിച്ച പരാജയങ്ങൾ ഓരോ വാക്യങ്ങളിൽ ഞാൻ പറയും. സമയക്കുറവുകൊണ്ടാണ്, സ്നേഹക്കുറവുകൊണ്ടല്ല. ഞാൻ തന്നെ വാക്യങ്ങൾ പറയും, കർത്താവിന്റെ ദാസൻ ട്രാൻസ്ലേറ്റ് ചെയ്യും. 10 പരാജയങ്ങൾ ഗലാത്യ ലേഖനത്തിൽ നിന്ന് ഞാൻ പറയാൻ പോകുകയാണ്. कलीसिया की 10 प्रकार की पराजय के बारे में बोलूंगा. आपको वचन पढ़ाने के लिए समय नहीं है, इसलिए हम बोलते जाएंगे. ഒന്നാമത്തെ പരാജയം ഗലാത്യ ലേഖനം 3ന്റെ 3ാം വാക്യം നിങ്ങൾ നോക്കണം ബൈബിൾ. गलाती 3 के 30 आयत में है, आप लोग देख लेना. പൗലോസ് ഗലാത്യ ചർച്ചിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾ ഇത്ര ബുദ്ധികെട്ടവരോ, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ടാണോ സമാപിക്കുന്നത്? जो आत्मा से शुरुआत किया है कि शरीर में अब समाप्त करने वाला दुर्बुद्धि लोग हो. അപ്പോൾ എന്റെ ഭാഷ ഞാൻ പറയാണ്, मेरे भाषा में बोलता हूं. ഗലാത്യ ചർച്ചിനെ നോക്കിക്കൊണ്ട് പറയാം, ഒരു കാലത്ത് പരിസരം മറന്ന് മണിക്കൂറുകൾ ആത്മനിറവിൽ ആരാധിച്ചിരുന്ന സഭകളാണ്. ऐसे कि कलीसिया की जो माहौल को देखते बिना आत्मा के भरपूरी में आराधना करते. പക്ഷേ ഇന്ന് ജഡം പോകുകയാണ്. परंतु अभी शारीरिक दशा में ഒരു കാലത്ത് ഇതുപോലെ യോഗം നടന്നുകൊണ്ടിരുന്നപ്പോൾ അത്ഭുത സൗഖ്യങ്ങൾ കണ്ട ചർച്ചാണ്. एक कलीसिया की अद्भुत कार्य के मध्य में होता है जमाने में. പക്ഷേ ഇന്നൊരു മൂക്കിപ്പനി പോലും മാറുന്നില്ല. परंतु एक सर्दी भी निकल नहीं. ഒരു കാലത്ത് ആത്മസ്വഭാവമുള്ളവൻ
ദൈവസഭയുടെ ഐശ്വര്യമായിരുന്നു. एक समय आत्मिक स्वभाव वाला परमेश्वर പക്ഷേ कलीसिया का शोभा था. ഇന്ന് ജഡീകന്മാർ പലതും തലപൊക്കുന്ന കണ്ടിട്ട് പൗലോസ് പറഞ്ഞു, ചർച്ച് ഈസ് നോട്ട് ഇൻ ദ റൈറ്റ് ട്രാക്ക്. സഭ ശരിയായ പാതയിലല്ല, സഭ പരാജയത്തിലാണ്. परंतु आजकल की अनुभव में शारीरिक दशा में लोग बढ़ने देकर बोला कलीसिया सही दशा में नहीं चलता है. പെന്തക്കോസ്റ്റ് ചർച്ചാണെന്നുള്ള അഭിമാനത്തോടെ ഞാൻ പറയാണ്, പെന്തക്കോസ്റ്റിന്റെ ആരാധനയുടെ പ്രത്യേകത ചടങ്ങല്ല, ആചാരമല്ല, എഴുതപ്പെട്ട ശൈലിയല്ല, ക്രമങ്ങളല്ല, അഭിഷേകത്തിന്റെ തീ കത്തുന്ന ആരാധനയാണ്. पेंटेकोस्ट में लिखिया होने के नाते मैं बोलना चाहता हूं, मैं लिखित रखा हुआ कोई नियम के अनुसार हमको आराधना नहीं, तो आत्मा का सामर्थ के साथ हमें आराधना करना. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ശുശ്രൂഷിച്ചൊരു ചർച്ചിൽ, ഞാൻ കടന്നുപോയി ശുശ്രൂഷിച്ചൊരു ചർച്ചിൽ मैं कई साल पहले गया वो सेवा की कलीसिया में. എനിക്ക് തോന്നുന്നു 100-300 പേരെങ്കിലും ആ മീറ്റിംഗിനകത്ത് നന്നായിട്ട് പാക്കപ്പ് ആണ്. ആ മീറ്റിംഗിൽ 300 से ज्यादा लोग जमा था उधर. അപ്പൊ അന്ന് ഞാൻ പ്രസംഗിച്ച ദൂത് യോവേൽ പ്രവാചകൻ പ്രവചിച്ച പ്രവചനം പത്രോസ് എടുത്തു പറഞ്ഞ വാക്കുകൾ, അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പ്രവചിക്കും, നിങ്ങളുടെ ദേവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. जो उस समय मैंने इस ऋषि का आधार पर जो भविष्यवक्ता ने बोला है उसको पत्रोस ने जो प्रेरितों के काम में बोला हुआ था, अंतिम दिनों में हाली जो परमेश्वर की आत्मा का भार हालिया अनुभव लेगा और तुम्हारे पुत्री दर्शन देखेगा, ये भविष्यवाणी बोलेगी इत्यादि बातों को मैंने बोल रहा था. പക്ഷേ എനിക്കൊരു സന്തോഷമുള്ളത്, ഇന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരും ഉറങ്ങുന്നില്ല, തുടങ്ങിയതേ ഉള്ളൂ. എങ്കിലും അവിടുത്തെ ഒരു പ്രത്യേകത, ഞാൻ നെഞ്ചുപൊട്ടി പ്രസംഗിക്കും, ഒരു മര്യാദയില്ലാതെ കുറെ അച്ചാച്ചന്മാർ പുറയിരുന്ന് ഉറങ്ങുക. दिल खोलकर जब प्रचार करने के समय भी कुछ लोग पीछे बैठकर सो रहा था. പക്ഷേ ഉണ്ടല്ലോ, മുമ്പിൽ നമ്മുടെ ഈ മോന്റെ പ്രായം കാണുമായിരിക്കും, ഒരു കുഞ്ഞു മുട്ടുമേലിരിക്കുകയാണ്, കണ്ണിൽ നിന്ന് നദി ഒഴുകുന്ന പോലെ കണ്ണീരൊഴുകുക. ऐसे छोटा सा एक बालक था, घुटने में बैठकर हाले आंखों से आंसू की धारा निकल रहा था. അപ്പൊ ഞാൻ നോക്കുമ്പോ അത്ര കൊച്ചു കുഞ്ഞൊന്നും അല്ലെന്നേ. അപ്പൊ ഞാൻ ചിന്തിച്ചു, പിന്നെ അപ്പൻ അടിക്കുവോ അമ്മ അടിക്കുവോ മാർക്ക് പറയും, എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് അറിയാം. एकदम छोटा लड़का नहीं था, फिर भी मैंने सोचा उसको मार्क का कमी हो गया होगा, माता पिता ने उसको पीटा होगा. പ്രസംഗം മുമ്പോട്ട് പോകുന്നതിനിടയിൽ എനിക്ക് പ്രസംഗിക്കാൻ പറ്റുന്നില്ല, ഇവൻ പൊട്ടിക്കറിയാണ്. मैं प्रचार करते जाने के समय में प्रचार कर नहीं पाता हूं, कुछ शब्द में ഞാൻ അങ്ങോട്ട് എന്റെ കയ്യെ പിടിച്ചോണ്ട് മുമ്പോട്ട് പോകും. मैंने उसको हाले हाथ में हल्की അപ്പൊ ഞാൻ മോനെ പേരെന്നാ, അപ്പൊ ജോഷു എന്നാ പേര്. मैंने उनसे ना पूछा जोशुआ है, 13 വയസ്സാണ്. उनको 13 साल का है. എന്നാ മോനെ കരയുന്നേ? मैं क्यों पूछा क्यों रो रहा है? അവൻ എന്നോട് പറഞ്ഞ കാര്യം അപ്പനടിച്ചെന്നല്ല പറഞ്ഞത്, എന്നെ ഞെട്ടിച്ചു കളഞ്ഞൊരു ഉത്തരം. പാസ്റ്റർ, എനിക്ക് അഭിഷേകം പ്രാപിക്കണം. उन्होंने जो उनको पिता ने मारा करके नहीं बोला, उन्होंने बोला है वो मेरे को अभिषेक पाना है. അപ്പൊ ഞാൻ പുറകോട്ട് തിരച്ചുകൊണ്ടിട്ട് പറഞ്ഞു, ഈ പാരമ്പര്യം നമ്മൾ പറയണം, 50 25 ഇങ്ങനെ പാരമ്പര്യം പറയാനുള്ള പല കക്ഷികൾക്കും ഇത് വേണ്ട. ഒരു പാരമ്പര്യവും പറയാനില്ലാത്ത ഈ 12-13 വയസ്സുകാരെ സ്വർഗം നിറയ്ക്കും. पुरानी हलिया जो इधरी बात 50-25 सालों से कलीसिया में आने वाले लोगों को कुछ बोलने का नहीं है, परंतु ये 12-13 साल के बच्चे अभिषेक की इंतजार में है. ഞാൻ അവിടെ തലയിൽ പോലും കൈവച്ചില്ല, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിലുണ്ടല്ലോ ആത്മാവിന്റെ ശക്തി ഈ കുഞ്ഞിനെ വരെ നിറങ്ങി. मैं उसके सिर पर भी हाथ रखा, ये बोलते रहने का समय पवित्र आत्मा का सामने उतर आया. അവൻ തുള്ളി ചാടി അന്യഭാഷ പറഞ്ഞു ദൈവത്തെ. उछलकर खुद कर प्रभु को अन्य भाषा में आराधना करने ഞാൻ लगे. കാട്ടുതീ കണ്ടിട്ടില്ല, പക്ഷെ പരിശുദ്ധാത്മാവിന്റെ തീ അന്ന് രാത്രി ഞാൻ കണ്ടു. मैं जंगल की आग देखा, ये पवित्र आत्मा का आग में उस रात को देखा. ആ മീറ്റിംഗ് അന്ന് രാത്രി ആശീർവാദം പറയുന്നതിന് മുമ്പ് 15 വയസ്സ് താഴെയുള്ള 13 കുഞ്ഞുങ്ങളെ ആത്മാവിശ്വാസം നിറച്ചു. उस दिन 15 साल की नीचे भले 13 लोग उनको प्रभु ने अपनी आत्मा से परिपूर्ण कर दिया. പിതാക്കന്മാരും മാതാക്കളും വല്യപ്പച്ചമാരും ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കോടിക്കണക്കിന് ബാങ്ക് ബാലൻസ് ഒപ്പിച്ചു കൊടുക്കുന്നതിനേക്കാൾ അവർ അഭിഷേകത്താൽ നിറഞ്ഞ് നമ്മൾ രക്ഷപ്പെടും. माता-पिता इधर बैठा है, हमारे बच्चों के लिए करोड़ों रुपया बैंक में जमा करने से उत्तम उनको आत्मिक उन्नति के अनुभव में ले आना है. ഒരു സ്പെഷ്യലിസ്റ്റും വരണ്ട. ലൂക്കോസ് 11:13 അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ നല്ല, മത്തായി എഴുതിയത് നന്മ എന്നാ, പക്ഷെ ലൂക്കോസ് എഴുതിയത് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകുമെന്ന്. यदि बुरे होकर भी आप लोग अपनी हले बच्चों के लिए अच्छे भलाई को देना चाहते हैं, हले मांगने वालों को प्रभु पवित्र आत्मा कितने अधिक देगा करके लोग ഇന്ന് രാത്രിയിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ ഹൃദയത്തിനകത്ത് പ്രാർത്ഥിച്ചോണം. ഞായറാഴ്ച യോഗം ആശീർവാദം പറയുന്നതിന് മുമ്പ് ഭൗതികമായ വിഷയത്തിനൊന്നും പരിഹാരം കിട്ടിയില്ലെങ്കിലും ഞങ്ങളുടെ തലമുറകൾ ആത്മാവിന്റെ തീ കത്തിയിട്ട് അഭിഷേകത്താൽ നിറഞ്ഞ ദൈവത്തെ ആരാധിക്കണമെന്ന് ഹൃദയത്തിനകത്ത് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ നാവ് തുറന്നൊന്ന് പ്രതികരിക്കാൻ കഴിയുമെങ്കിൽ നാവ് തുറന്നൊന്ന് പ്രതികരിച്ചാണ്. കർത്താവേ, എന്റെ കുഞ്ഞുങ്ങളെ ആത്മാവിൽ സ്വർഗ്ഗം ഈ ദിവസങ്ങളിൽ നിറയ്ക്കണേ. അതിനേക്കാൾ വലിയ നന്മ കിട്ടാനില്ല. ഹൃദയത്തിനകത്ത് നിയോഗമുള്ളവരുണ്ടെങ്കിൽ അല്പസമയം അധരം തുറന്ന് അന്യഭാഷ ദൈവത്തെ ആരാധിച്ചാണ്.
സംഭവിക്കേണ്ട ഏറ്റവും വലിയ നന്മ. वही हमारे लिए सबसे उत्तम भलाई होगा. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞില്ലെങ്കിൽ അതിന് പൂർണ്ണത വരില്ല. एक परिपूर्ण होना है और एक बात बोलना है. പോൾ എങ്ങനെ മനസ്സിലാക്കിയത് ചോദിച്ചാൽ കയ്യടി കുറഞ്ഞതുകൊണ്ട് അന്യഭാഷ കുറഞ്ഞതുകൊണ്ടൊന്നുമല്ല. पौलुस ने उनकी थाली बजाने की आवाज कम होने से बजाना नहीं. ഗലാത്യലേഖനം 5-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ജനത്തിന്റെ പുറത്തുള്ള ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം ഇതൊന്നും പുറത്തെ കാര്യമൊന്നുമല്ല കേട്ടോ. ഇതൊക്കെ ചർച്ചിനകത്തുള്ള കാര്യമാണ്. वो गलातियों की 5 की हल्दी से हम लोग जो पढ़ते हैं शरीर की जो बातों के बारे में तो वर्णन किया गया है. ये कलीसिया के बाहर की बात नहीं है, कलीसिया के अंदर की बात. ചിന്ത മുഴുവൻ ഗലാത്യ ലേഖനത്തെ ആസ്പദമാക്കിയാണ്. അപ്പൊ വേറെ ലേഖനത്തിലേക്ക് വേറെ അധ്യായത്തിലേക്ക് നിങ്ങൾ പോകണ്ട. അപ്പൊ ഗലാത്യ സഭയ്ക്കകത്ത് ഇതെല്ലാം വെച്ചുകൊണ്ടാണ് കയ്യടി. आज गलाती कलीसिया के संबंध में गलाती हलिया पत्री से बोलने वाला है, उसके बाहर नहीं जाएगा. सब कलीसिया के अंदर की बात है. ഈ അകത്ത് ആത്മാവുണ്ടെന്ന് എങ്ങനെ അറിയാം? കയ്യടി കാണുമ്പോൾ അറിയാൻ പറ്റത്തില്ല, സ്വഭാവം കാണുമ്പോൾ അറിയാം. कलीसिया के अंदर की इस बातों को थाली बजाने से नहीं, स्वभाव से बाहर निकलता है. അകത്തെ മീറ്റിംഗ് ആയതുകൊണ്ടാണ് ഈ പറയുന്നത്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ചർച്ചിൽ പോയി. ചർച്ച ഒരു വലിയ ആൾക്കാരൊന്നുമില്ല, 10-15 പേരാണ് ആ മീറ്റിംഗിൽ വന്നിട്ടുള്ളത്. कलीसिया के अंदर की सभा में थोड़ा सा लोग था, 15 लोग करीब था. പക്ഷേ ഈ 15 പേര് വന്നതല്ല വിഷയം, ഇവര് പ്രതിമേരിക്കുന്നിരിക്കും. वो 15 लोग आया, ये नहीं उन लोग हमारे लिए जवाब दे रहा है. ഇപ്പൊ ഞാൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ സ്വത്വമൊക്കെ പറയാമെങ്കിൽ ഞങ്ങൾക്ക് ഒരു സുഖമാണ് പ്രസംഗിക്കാൻ. आप लोग प्रचार करने के समय बीच में धन्यवाद की स्तुति अच्छा लगता है आपको. ഒരാനൊക്കെ എന്തോ ചെയ്യാൻ പറ്റും. यदि आप लोग बिल्कुल खामोश रहेगा तो कैसे रहेगा. പക്ഷെ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഒരു ആന്റി തറയിൽ വല്ല മേളിൽ വല്ല വാക്കൊക്കെ എടുത്ത് ചടപടാന്ന് വായിച്ചിരുന്നു. एक आंटी जो एकदम उत्तम रीति से हल्दी बाइबल लेकर पढ़ रहा था. ഓ അന്യഭാഷ എന്നൊക്കെ പറഞ്ഞാൽ എന്നെ വെടിപൊട്ടിക്കുന്നവരാണ്. अन्य भाषा में उनके शब्द में बोलता था. യോഗം കഴിഞ്ഞപ്പോൾ ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററോട് നല്ല ബന്ധമുള്ള ദേവദാസൻ. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഭാഷ അമ്മാമയെ വീട്ടിലായിരുന്നു, ഞാൻ പാസ്റ്ററുടെ കാര്യം പോക്കായിരുന്നു. आपसे बड़े संबंध रखने वाले यदि आदमी भी नहीं होता तो आपको जीना मुश्किल हो जाता. ഈ പാസ്റ്റർ പറഞ്ഞ കാര്യം ഞാൻ മറക്കത്തില്ല. पास्टर साहब ने बोला है, എന്റെ പൊന്നു മോനെ ബാക്കിയുള്ളവരെല്ലാം അനങ്ങാതിരിക്കുന്നതേ ഉള്ളൂ, പാവങ്ങളാണ്. जो उन्होंने बोला है बाकी सब लोग शांत बैठा है और वो लोग बिल्कुल शांत भी है. പക്ഷെ ഇത് അമ്മായിപ്പനെ അടിച്ച കേസാ. मगर उन्होंने ससुर को भी मारा वो केस है. പുറത്തെ ഭാഷ വേറെയാണ്, അകത്തെ ഭാഷ വേറെയാണ്. बाहर में उसको इस्तेमाल करने का भाषा अलग, अंदर दूसरी तरीका है. നമ്മൾ 2 മണിക്കൂർ നിർത്താതെ അന്യഭാഷ പറഞ്ഞാലും അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുക്കാനുള്ള തന്റെ ഇടമില്ലെങ്കിൽ വാ തുറക്കരുത്. यदि हम 2 घंटा भी लगे अन्य भाषा बोलने का हम खाली कोशिश करते तो भी आपकी बाजू में बैठने वाले को हाथ मिलाने लायक आपका जीवन नहीं है तो अन्य भाषा ना बोलना अच्छा है. അടുത്തിരിക്കുന്ന ആളോട് സംസാരിക്കാനും കൈ കൊടുക്കാനും മനസ്സില്ലാതെ എന്ത് പ്രബോധനം അടിച്ചിട്ട് ഒരു കാര്യമില്ല. आपने कितने भी संदेश सुना है तो भी बाजू में बैठने वाले को हाथ मिलाने के लायक नहीं है तो कोई मतलब ഇത് കൊട്ടാരക്കരയിൽ നിന്ന് വന്ന് എനിക്ക് കത്തിക്കാൻ പറ്റുന്ന സാധനം അല്ല ഇത്. ये हाले कोटारकरा से आए हो मैं जला नहीं सकता. കത്തട്ടെ കത്തട്ടെ എന്ന് പറഞ്ഞ് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും 2 ഓട്ടം ഓടും. അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ കൈ പഠിക്കും. അതുകൊണ്ട് ഒരു ഗുണവും ഇല്ല. ഇത് അകത്തകത്തുണ്ട്. मैं आपके बीच में चलूंगा, अरे अंदर से जलना पड़ेगा. ഹൃദയം ക്ലിയർ കട്ട് ആണെങ്കിൽ ഒറ്റ സ്തോത്രം പറഞ്ഞാൽ മതി, ഇതിനകത്ത് തീ ഇറങ്ങും. यदि आपकी मन साफ सुना है क्यों एक धन्यवाद बोलने के लिए अंदर से നമുക്ക് ആർട്ടിഫിഷ്യൽ ഉണർവ് വേണ്ട. हमको हली बनावटी कोई चीज നമുക്ക് അകത്ത് നിന്ന് കത്തുന്നൊരു ഉണർവ് വേണം. हमारे अंदर करंट से निकलने वाले आदमी के प्रति അതിനാഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്കാണ് ദൈവത്തിന് സ്തോത്രം. സംഭവിച്ച ഒന്നാമത്തെ അപകടം പറഞ്ഞത് ആത്മാവിൽ ആരംഭിച്ച് ജഡത്തിൽ അവസാനിച്ചു. उन्होंने आत्मा में शुरू किया और शरीर की दशा में समाप्त किया. രണ്ടാമത്തെ പരാജയം നിങ്ങൾ നോക്കണം. ഗലാത്യലേഖനം 4-ന്റെ 13, 14, 15 വാക്യങ്ങളാണ്. गलाती 4 का 13 से लेकर 15 तक आए तो आप लोग देख लेना. പൗലോസ് ഗലാത്യ സഭകളോട് പറയുന്ന ഒരു ചരിത്രമാണ്. പൗലോസ് പറയാണ്, ഞാൻ നിങ്ങളോട് സുവിശേഷം അറിയിച്ചത് എനിക്ക് ശാരീരിക സൗഖ്യം ഇല്ലാത്ത നിമിത്തമാണ്. मैं शारीरिक बीमार में था उस समय में आपको सुसमाचार को सुनाया. അതിന്റെ അർത്ഥം എന്താ പറയുക? ഈ പുള്ളി ദൂരോട്ട് പോകാൻ വന്നതാണ്, പക്ഷെ സുഖമില്ല ഞാൻ അടുത്തോട്ടേക്ക്. उन्होंने लंबे सफर में जाने वाला था मगर तबीयत ठीक नहीं होने से खास कर कलीसिया में आ गया. ഈ വാക്യത്തിന്റെ അർത്ഥം ഞാനങ്ങ് പറയുകയാണ്, നിങ്ങൾ നോക്കിയാൽ മതി. അപ്പം അതിന്റെ അർത്ഥം പൗലോസ് പറയുന്നത് അത് നിമിത്തം നിങ്ങൾക്ക് സുവിശേഷം കേൾക്കാൻ ഇടയായി. मैं हाले आगे ध्यान नहीं होता था क्योंकि मेरी शरीर की दशा अच्छा नहीं था, इसके कारण आपको सुसमाचार को सुनने में आया. ഗലാത്യരുടെ ഇടയിൽ പൗലോസ് ആയിരുന്നപ്പോൾ പൗലോസിന് സുഖമില്ലായിരുന്നെങ്കിലും ഇവരുടെ ക്വാളിറ്റി പറയാണ്, ദൂതനെ കാണുന്ന പോലെ ഇവരെന്നെ കണ്ടത്. देखो मैं खाली शरीर की दशा में कमजोर था, उस समय भी मैं स्वर्गदूत के समान मेरे से लोग व्यवहार किया है. സത്യം പറഞ്ഞ ഭയങ്കര ക്വാളിറ്റിയാണ്. बहुत अच्छे सालिय क्वालिटी था. നമ്മളെല്ലാവർക്കും ഇപ്പം വേണം. അതുകൊണ്ട് നമ്മൾ പയർ പോലെ നടക്കുന്നുണ്ട്. हम लोग अच्छे टहल ठीक ठाक चल रहे इसलिए लोग സമ്പത്തുള്ളപ്പോ ആരോഗ്യമുള്ളപ്പോ സ്വാധീനമുള്ളപ്പോ എല്ലാവർക്കും വേണം. धन संपत्ति जब हमें तंदुरुस्ती रहते तब सब लोग चाहता है. ഇതൊന്നും ഇല്ലാതാകുമ്പോ ആർക്കും വേണ്ടതാ സത്യം. ये कुछ भी नहीं रहेगा किसी को भी नहीं चाहता है. നമ്മുടെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ അങ്ങനൊന്നും അല്ല. 4 ദിവസം കിടക്കട്ടെ എല്ലാവരുടെ സ്വഭാവമാണ്. हम लोग बोलता है ऐसे नहीं 4 दिन लेटने दे तब मालूम पड़ेगा सब छोड़ देगा. പക്ഷെ ഇത് പൗലോസിനെ കാണാൻ കാര്യം അറിയാം. പൗലോസിനെ അവര് കണ്ടത് ദൈവത്തിന്റെ പ്രതിനിധിയായിട്ടാണ്. जो प्रभु की प्रतिनिधि के रूप में पौलुस को उन्होंने देखा है. നിങ്ങളുടെ ഇടയിൽ ആരെ ദൈവം ആക്കി വെച്ചാലും അവരെ കാണേണ്ടത് ദൂതനെ കാണുന്നവരെ കാണും. यदि आपके बीच में प्रभु किसी को बिठा दे स्वर्गदूत के समान
आप उनके साथ उनको देखना है। നിങ്ങളുടെ സ്വാതന്ത്ര്യം കണ്ട മനസ്സിലായി, നിങ്ങളുടെ പാസ്പോർട്ട് നിങ്ങൾ അങ്ങനെയാണ്. आपके धन्यवाद से हमको मालूम पड़ा आपका नजरिया कैसा है। ഇപ്പം ഈ ദൈവദാസന്മാർ പറയുന്ന സന്ദേശം അങ്ങനെ എടുക്കണം കേട്ടോ. प्रभु के दास लोग बोलने वाला संदेश को उसी भाव से लेना है। എവിടെ നിന്നാണ് വന്നൊരു കൊച്ചൻ പ്രസംഗിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ കേൾക്കരുത്. ഇത് ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ദൂതം. प्रभु ने हमसे बातें करने वाला संदेश करके आपको ग्रहण करना पड़ेगा। നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന പറയുണ്ടായി, കേൾക്കുമ്പം ഇടത്തോട്ടും വലത്തോട്ടും തട്ടിക്കളരുത്, എനിക്കാന്ന് പറഞ്ഞ് ഏറ്റെടുത്തേക്കണം. जैसे प्रार्थना करने के समय भाई ने प्रार्थना किया है, बाजू में हले छोड़ना नहीं, परमेश्वर का वो हले वचन सुनने का समय मेरा है करके ग्रहण करना। ഞങ്ങളുടെയൊക്കെ കാര്യം മാറ്റി നിർത്തുക. നമ്മുടെ കുഞ്ഞാ വന്ന് പ്രസംഗിക്കുന്നെങ്കിലും അവൻ കഥ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കണ്ട, പക്ഷെ അവൻ പറയുന്നത് കണ്ട് വചനമാണെങ്കിൽ പേടിച്ചോണം. यदि हमसे छोड़ो, ये बालक भी खड़ा होकर वचन से बोलता है, कहानी नहीं, वचन से बोलता तो आपको ग्रहण करना അത് है। കർത്താവിന് സംസാരിക്കുന്നത് പങ്കുവെക്കും. परमेश्वर को आपसे बातें करने की रीति है। ഞാൻ ഈ പ്രസംഗിച്ച് തുടങ്ങിയിട്ട് ഒത്തിരി വർഷമൊന്നായിട്ടില്ല, ഒരു 7 വർഷമൊക്കെ ആയിട്ടുള്ളൂ. मैं 7-8 साल से ही इतनी प्रचार करने ഇപ്പൊ लगा। എനിക്കൊരു സമയം തന്നാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, സമയത്ത് നിർത്താൻ. मैं अभी हलिया वाच को इसलिए देखता हूँ कि टाइम पर रोकने का। പക്ഷെ ഒരു 8 വർഷം മുമ്പ് ഒരു കാലം ഉണ്ടായിരുന്നു. 8 साल पहले की समझाना ഭാഷനോട് പറയണ അരമണിക്കൂർ സമയമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ 10 പ്രാവശ്യം വാച്ച് നോക്കുക. അത് ഈ നോട്ടമല്ല, ഈ അരമണിക്കൂർ കൊണ്ട് എന്തോ പറയും എന്ന് വിചാരിച്ച. हाँ, मैं हाली पहले 8 साल पहले में भी मेरे को आधा घंटा देता तो मैं 8 बार हाली घड़ी को देखता था, क्योंकि आधा घंटा कैसे निकालूं ये चिंता में था। ഞാൻ ബാംഗ്ലൂരിൽ പഠിക്കുന്ന ഒരു കാലമാണ്, സെമിനാരി പഠിക്കുന്നതാണ്. मैं बैंगलोर में सेमिनारी में पढ़ने वाला ഞാൻ जमाना। ബാണസവാടി IPC ചർച്ചിലെ യോഗത്തിൽ പോകും. मैं उधर IPC कलिसिया में आराधना में गया। അപ്പൊ ശനിയാഴ്ച വൈകിട്ട് ഭാഷ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നാളെ നീ പ്രസംഗിക്കണോ? और शनिवार को पास साहब ने बोला कल तुमको प्रचार करना है। ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റത്തില്ല. मैंने बोला मेरे से नहीं होता है। ഭാഷ പറഞ്ഞു പിന്നെ എന്താണ് സെമിനാരി പഠിക്കുന്നത്, പ്രസംഗിച്ചു. फिर क्या के लिए आप सेमिनारी में प्रचार करना पड़ेगा। 12 മണിയായപ്പോൾ എനിക്ക് സമയം തന്നു. 12 बजे मुझे समय दिया। എന്നോട് പറഞ്ഞു അരമണിക്കൂർ സമയം വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് എടുത്തോളാം. आधा घंटा है और चाहिए तो 10 मिनट भी ले लो। എനിക്ക് അരമണിക്കൂർ പോലും വേണ്ട. मेरे को आधा घंटा भी नहीं പക്ഷെ चाहिए। പ്രസംഗിച്ച ദൂത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. मगर प्रचार किए संदेश में സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, അവന്റെ അടിപ്പിടരാൻ നിങ്ങൾക്ക് സൗഖ്യം. हमारी हले बीमारी को उन्होंने ले लिया, हमारी हले पीड़ा को सह लिया, उनकी घोड़े खाने से चंगे हो गए। ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോൾ പോലും നിങ്ങളാരും മിണ്ടിയില്ലെങ്കിൽ അവിടെ 2-3 അനിമാരുടെ സ്വതന്ത്രമൊക്കെ പറഞ്ഞു. हाली के आपको साथ रहा तो अन्य लोग में कुछ लोग उसको जवाब दिया പക്ഷേ है। ഈ അവിടെ ഉണ്ടല്ലോ, അവിടെ ഒരെണ്ണവും മിണ്ടിയില്ല. उधर कोई भी एक बात नहीं कहा, കാര്യം പ്രസംഗമൊക്കെ ഒരു സുഖമില്ല. क्योंकि उधर प्रचार सुनने के लिए कोई अच्छा नहीं लगता। അപ്പം 12 വരെ പ്രസംഗ സമയത്ത് 12:20 എന്റെ കയ്യിലുള്ള സ്റ്റോപ്പ് ചെയ്തത്. ആ, 12:20 ഞാൻ പ്രസംഗം നിർത്തി. ഭാഷ 12 ഭാഷ പറഞ്ഞു, എല്ലാവരും വീട് പോകണം പറഞ്ഞു, എല്ലാവരും പറഞ്ഞു വിട്ടു. 12:20 बजे को ही मेरे हले स्ट्रोक खत्म हो गया। 12:30 बजे पास साहब ने आशीर्वाद बोल भेज दिया। 3 മണി കഴിഞ്ഞപ്പം ഞാനൊന്ന് മയങ്ങാണ്. ആ സമയത്ത് പാസ്റ്റർ കോൾ എനിക്ക് വരിക. 3 बजे पास साहब ने की कॉल, जब मैं हले आराम कर रहा था मेरे को आया। എന്നോട് പറഞ്ഞു, മോനെ നിന്റെ നാട്ടുകാരെല്ലാവരും പയ്യൻ ഇപ്പൊ വിളിക്കും, അവൻ എന്തോ സാക്ഷി പറയണമെന്ന് പറഞ്ഞു. वो आपकी गांव के एक बंदा आपको कॉल करेगा, उसको कुछ गवाही देना है। അപ്പം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ഈ സഹോദരന്റെ കോൾ വന്നു. അവന്റെ പേര് ഷിബു എന്നാ. അവനവിടെ ഗാർഡസിറ്റി കൊടുത്ത് എഞ്ചിനീയറിംഗ് പഠിക്കാം. अब उधर इंजीनियरिंग पढ़ने वाला एक था, उसका नाम शिबू था। അപ്പൊ അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വിളിക്കുന്നതിനിടെ കരയുന്നുണ്ട്. उन्होंने बोलते ही रोने लग गया। ഞാൻ പറഞ്ഞു കരയാതെ കാര്യം പറഞ്ഞു. मैंने बोला रोना नहीं, बातें എന്നോട് बोलो। പറഞ്ഞു എന്റെ മമ്മി 3 മാസമായിട്ട് കിടക്കയിലാണ്. मेरे माँ 3 महीने से पलंग में लेटा हुआ है। ലോകത്ത് ഹോസ്പിറ്റലിലെ കാണാത്ത ഡോക്ടർമാരില്ല. हमने जहाँ कहीं भी नहीं गया, दवाखाने नहीं गया, അവസാനം कोई जगह नहीं। കൊട്ടാരക്കര വിജയാന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ അവർ തഴഞ്ഞിട്ട് പറഞ്ഞു ഇനി കൊണ്ടുപോകണ്ട, വീട്ടിൽ കൊണ്ട് अभी उधर बड़ा हॉस्पिटल में भी इनको निकाल दिया और घर में जाकर इलाज आराम करो। ഒരു വാണിംഗ് കൂടെ കൊടുത്തു, എപ്പോഴും ഒരാൾ കൂടെ കാണണം, ഏത് സമയത്ത് ജീവൻ പോകുന്നു. उसको पास में कोई भी रखना पड़ेगा, क्योंकि कभी भी मर सकती है। അപ്പൊ ഇവന്റെ എക്സാം ഉണ്ട് ചൊവ്വാഴ്ച, അതിനുവേണ്ടി അവൻ വെയിറ്റ് ചെയ്യാണ്. उन्होंने एक एग्जाम के लिए इंतजार कर रहा था। ഇവന്റെ സഹോദരി ഈറോഡ് നേഴ്സിംഗ് പഠിക്കാനുള്ള പഠനം ഡ്രോപ്പ് ചെയ്തിട്ട് അമ്മയെ ശുശ്രൂഷിക്കാൻ വേണ്ടി വീട്ടിൽ വന്നിരിക്കുകയാണ്. उन्होंने ये रोड में पढ़ने वाला बहन भी उनकी पढ़ाई को रोक कर मम्मी को देखने के लिए आई है। എന്നോട് പറഞ്ഞ വാക്ക് അതുപോലെ അറിയാം. ഞാൻ യോഗത്തിന് വന്നിരുന്നപ്പോഴും എന്റെ അകത്ത് ഒറ്റ പ്രാർത്ഥനയുണ്ട്, കർത്താവേ ചൊവ്വാഴ്ച എനിക്കൊരു എക്സാം ഉണ്ട്, അത് കഴിഞ്ഞ് ബുധനാഴ്ച വീട്ടിൽ ചെന്ന് എന്റെ മമ്മിയെ കാണുന്നവരെ ജീവൻ എടുക്കല്ലേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചോടെ ഞാൻ പറയുന്നത്. ऐसे का प्रार्थना था। उस सभा में बैठने का समय भी मंगलवार के एग्जाम के बाद बुधवार जाकर मम्मी को देखने तक उनको प्राण को जीवित रखना ആ है। സമയത്ത് ഈ ദൂത് കേൾക്കുന്നത് അവന്റെ അടിപ്പിടരാ സൗഖ്യം. उस समय संदेश मिला, उसकी घोड़े खाने से चंगाई हो गई। ശിവനോട് ദൈവാത്മാവ് സംസാരിച്ചു, മോനെ ഇത് നിനക്കുള്ള ദൂതം. वो भाई से प्रभु ने बोला, बेटा तेरे लिए संदेश है। അപ്പൊ ഞാൻ ഇങ്ങനെ വിഷയമുണ്ടെന്ന് ദൈവാത്മാവിനോട് പറഞ്ഞൊന്നുമില്ല. പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടോ മുമ്പോട്ട് വരാനും ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഈ ശബ്ദം ഇവന്റെ അകത്ത് കൊണ്ടപ്പോ ഇവൻ തലകുനിച്ചിരുന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചു, എന്റെ മമ്മിയൊക്കെ സൗഖ്യമാകണം. उन्होंने हमें प्रचार सुनते ही उसको निमंत्रण नहीं किया था प्रार्थना के लिए, परंतु उधर ही बैठे ही उन्होंने प्रार्थना के प्रभु मेरे मम्मी को ठीक करना है। തിരിച്ച്
റൂമിൽ ചെന്ന് മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ 13 മിസ് കോളാണ്. उन्होंने घर में जाकर देखा तो उनके मोबाइल में 13 मिस कॉल है. എന്നോട് പറഞ്ഞു, ഞാൻ വിചാരിച്ചു അച്ചാച്ചാ എന്റെ മമ്മി പോയ. ओ मैंने वो सोचा भैया मेरे मम्मी खत्म हो गया है. പക്ഷെ തിരിച്ചു വിളിച്ചപ്പോ കേട്ടത് ചരമ വാർത്തയല്ല, നിരാശയുടെ വാർത്തയല്ല, ഒരു വലിയ മിറക്കിളാണ്, ഒരു വലിയ അത്ഭുതത്തിന്റെ സാക്ഷ്യം. बुलाने का समय कोई मृत्यु का संदेश नहीं, दुख की संदेश नहीं था, एक बड़े अद्भुत कार्य उधर हुआ है. എന്താണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഒരു 3 മണി ഞായറാഴ്ച ഒരു 12:10 കഴിഞ്ഞപ്പോ അമ്മ കിടക്കുന്ന റൂമിനകത്ത് ശബ്ദം കേട്ടുകൊണ്ട് എന്റെ സഹോദരി ഷീബാന്ന അവൾ ഓടി വരുമ്പോ കണ്ട കാഴ്ച, 3 മാസമായി കിടക്കയിൽ കിടന്ന് ഒരാഴ്ചയായിട്ട് ഡോക്ടർമാർ ഏത് സമയത്ത് ജീവൻ പോകുമെന്ന് പറഞ്ഞ ഈ മാതാവ് തൊട്ടപ്പുറത്ത് ജനൽപ്പടിയിൽ കരം പിടിച്ചോണ്ട് പതി എഴുന്നേക്കുക. देखो हली 12-10 बजे के समय में खबरें के अंदर जो अंचल को सुनकर उनकी बहन ने जो दौड़ कर गया तो कुछ हली महिलाओं से जो उठ नहीं सकते थे वो माता ने हाथ थाम कर खड़े हो गया है. എന്നെ വിളിക്കുമ്പോ 3 മണി കഴിഞ്ഞു. ആ സമയത്തുള്ള ആധാരത്തിന്റെ കട്ടടിഞ്ഞു. और मेरे को 3 बजे बोलने के समय उनकी मुंह की जो जबान की बंधन खुल गया, കാലിന്റെ നരിയാണി ഉറച്ചു. पैर ठीक हो गया, चलने लग गया. ഒറ്റ ഹോസ്പിറ്റലിലും പോയില്ല. സ്വർഗ്ഗമാതാവിനെ कोई हॉस्पिटल में नहीं गया, स्वर्गीय परमेश्वर को चंगा किया. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് സന്തോഷമുണ്ടെങ്കിൽ ദൈവത്തെ ഒന്ന് ആരാധിക്കണം. मेरी बातों को सुनने के बाद आनंद है तो प्रभु को धन्यवाद देना. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ മൊബൈലിൽ കളിച്ച കക്ഷികളുണ്ട്, मेरे प्रचार करने के समय मोबाइल में खेलने वाले लोग था, പിള്ളേരെ കളിപ്പിച്ചുകൊണ്ടിരുന്നവരുണ്ട്, बच्चों को खिलाने वाला लोग था, ഉറങ്ങി തീർത്തവരും ഉണ്ടാവും. सोया भी सो के कदम പക്ഷേ किया लोग भी था. പ്രസംഗം കേൾക്കാൻ സുഖമില്ലല്ലോ. प्रजा सुनने के लिए इतना मजा नहीं आता. കേട്ട വചനം എനിക്കാന്ന് പറഞ്ഞു. सुना हुआ वचन मेरा है करके उन्होंने ग्रहण किया. ബാംഗ്ലൂരിൽ ആ ചർച്ചിന്റെ മെമ്പർ പോലും അല്ലാതെ പഠിക്കാൻ വന്നൊരു കൊച്ചൻ ഏറ്റെടുത്തപ്പോ ബാംഗ്ലൂരിൽ പ്രസംഗിച്ച ദൈവത്തിന്റെ വചനം ഇനി മൈലുകൾക്കപ്പുറം കൊട്ടാരക്കരയിൽ വിടുതലായെങ്കിൽ ദൈവ വചനത്തിന്റെ ശക്തി എത്ര വലുതാണ്. कलीसिया का सदस्य भी नहीं था, परंतु बाइबल में सुना हुआ वचन उन्होंने ग्रहण करने के समय केरला में इतनी लंबे सफर में प्रभु उनके परिवार में परिवर्तन किया. वचन की सामर्थ्य बड़ी है. നമ്മുടെ ഉപവാസപ്രാർത്ഥനയുടെ പ്രാരംഭ രാത്രി പ്രവചനാത്മാവ് വിളിച്ചു പറയാണ്, ഇവിടെ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ ദൂത് ചില വിദൂര മണ്ഡലങ്ങളിൽ ശത്രു അകച്ചകളതിനെ പുറത്തു കൊണ്ടുവരിക. संदेश के रूप में मैं आपको बोलना चाहता हूँ, आपको हलिया ये संदेश सुनने का समय दूर इलाके में जहाँ में बांध के रखा कुछ बंधन प्रभु खोलने जा रहा है. ശത്രു കെട്ടിയതിനെ സ്വർഗം അഴിച്ചു വിടുകയാണ്. जो शैतान ने बांधा है प्रभु उसको खोलने जा रहा है. ശത്രു ഒതുക്കിയതിനെ സ്വർഗം പുറത്തു കൊണ്ടുവരിക. शत्रु ने उसको दबा दिया है, प्रभु उसको बाहर ले आ रहा है. തലമുറകളുടെ മേൽ ശത്രു വച്ച നുകങ്ങൾ സ്വർഗം അറുത്തു മാറ്റുക. जो ऊपर इसका जब छुआ तो प्रभु खोल रहा है. ഇന്ന് രാത്രി ആ ദൈവ ശക്തി ചില വിദൂര മണ്ഡലങ്ങൾ, കേരളത്തിലാകട്ടെ, വിദേശ രാജ്യങ്ങളിലാകട്ടെ, നോർത്തിന്ത്യയുടെ ഏതെങ്കിലും സ്ഥലത്താകട്ടെ, ആ ഇരിക്കുന്ന സ്ഥലത്ത് ദൈവപ്രവൃത്തിയായി വ്യാപരിക്കുമെന്ന് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അല്പസമയം ആത്മാവിനോട് പ്രതികരിച്ചോ. ദൈവശക്തി വ്യാപരിക്കുന്നു. परमेश्वर की आत्मा के वचन सुनने का समय चाहे कितने भी दूर लगाते हो, प्रभु की ഞാൻ വചനമായിട്ട് അവരെ സൗഖ്യമാക്കുമെന്നുള്ളത് ദൈവത്തിന്റെ ദൂതാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ കൈവച്ചില്ലെങ്കിൽ പോലും സൗഖ്യമില്ലാതെ ആരെങ്കിലും അകത്ത് വന്നെങ്കിൽ ആ ശരീരത്തിലേക്ക് ദൈവിക സൗഖ്യത്തിന്റെ കരം ഇന്ന് രാത്രി വെളിപ്പെടുകയാണ്. ആ സൗഖ്യം ശരീരത്തിൽ അനുഭവിക്കുകയാണ്. നിയോഗമുള്ള പ്രിയപ്പെട്ടവരെ ആത്മാവിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മശക്തിയുടെ വ്യാപാരം തുറന്നു ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൗഖ്യങ്ങൾ ശരീരത്തിൽ സംഭവിക്കുന്നു, വിടുതലുകൾ ശരീരത്തിൽ സംഭവിക്കുന്നു, ദൈവിക പ്രവൃത്തികൾ ശരീരത്തിൽ സംഭവിക്കുന്നു. വചനത്തോടുള്ള പ്രതിബദ്ധത കുറയുന്ന കണ്ടിട്ട് वचन के साथ उनकी जो इच्छा और समाप्त होते वो देखा. വേദനയോട് പറയാണ്, ചർച്ച് ഈസ് നോട്ട് ഇൻ ദ റൈറ്റ് ട്രാക്ക്. पौलुस ने कलीसिया से बोलता है कलीसिया सही दशा में नहीं है. ഗലാത്യ സഭയിൽ സംഭവിച്ച മൂന്നാമത്തെ അപകടം ഞാൻ പറയാണ്, വാക്യങ്ങൾ നോക്കിയാൽ മതി നിങ്ങൾ. तीसरी बात है मैं गलाती कलीसिया के बारे में बोलना चाहता हूं.
അപ്പം ഈ പൗലോസ് സുവിശേഷം അറിയിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. सुसमाचार पौलुस सुनाए उसके बारे में बोल रहा है. അപ്പം ഈ ഒരു ചരിത്രം ജോസഫ് എന്ന ചരിത്രകാരൻ ഏഷ്യ മൈനറിലെ സഭയ്ക്ക് പറയുന്ന പേരാണ് ഗലാത്യ സഭ. जो एशिया माइनर की कलीसिया के बारे में जोसेफस ने कहा है गलाती कलीसिया. ഏഷ്യ മൈനർ എന്ന് പറഞ്ഞൊരു അന്ധകാരം പിടിച്ച നാടാണ്. एशिया माइनर जो है अंधकार से भरा हुआ जगह था. ഞാൻ കഴിഞ്ഞ ദിവസം അത് വായിച്ചപ്പോൾ 40 വയസ്സ് കഴിഞ്ഞാലും ഒരുമാതിരിപ്പെട്ട ചെറുപ്പക്കാരെല്ലാം മാനസിക രോഗികൾ. 40 साल के बाद में मानसिक तनाव में आकर जो पागल के समान बन जाते जवान लोग. ആഭ്യന്തര കലഹം രാജാക്കന്മാർക്ക് ചക്രവർത്തിമാർക്ക് ഒരു തലവേദനയാണ്. राजाओं को हलियत जो सम्राटों के लिए सिरदर्द होता है अंदर ही अंदर खराब होता रहा. ഈ നാടിനെ ഒന്ന് ഒതുക്കാൻ വേണ്ടി ചക്രവർത്തിമാരെ ശ്രമിച്ചിട്ട് നടന്നില്ല. പക്ഷെ ഒതുങ്ങിയതും മെരുങ്ങിയതും ഈ സുവിശേഷത്തിന് മുമ്പിൽ उनको उन प्रांत में फैलने वाले तमाम तनावों को दबाने के लिए सर सम्राटों से नहीं हुआ परंतु परमेश्वर के वचन की घोषणा से उन माहौल को प्रभु ने दबा दिया. കേൾക്കുമ്പോൾ നല്ലൊരു സ്വതം പറയണം. आपको सुनकर धन्यवाद बोलना चाहिए. കാരണം നമ്മളിപ്പോ മെരുങ്ങിയത് ഇതുകൊണ്ടല്ലേ. हम में से कई लोग सुधर गए ये वचन के द्वारा है. ഞാൻ ഒരു കാലത്ത് രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയും കയ്യിലെന്തിക്കൊണ്ട് ഇംഗ്ലാസ് എന്ന് വിളിച്ചു നടന്നത്. मैं राजनीतिक लोगों की झंडा लेकर अलिया उसको बोल के जाता था. പക്ഷെ എന്നെ ഇത് പ്രസംഗിപ്പിച്ചത് സുവിശേഷം. परंतु मुझे ये सुसमाचार ही बदल दिया है. ഞാൻ ഈ ചില നാൾക്ക് മുമ്പ് ചങ്കൽച്ചൂള പോയി. വലിയ യോഗ ചങ്കൽച്ചൂള. चंगलचूड़ा में मैंने हलिया के कलिसिया में गया था. അപ്പം അവിടെ ഇരുന്ന പാസ്റ്റർ എന്നോട് നമ്മുടെ ഈ പാസ്റ്റർ ഇരിക്കുന്നവരുടെ സൈഡിൽ എന്നോട് പറഞ്ഞാൽ ആ മുമ്പിൽ ഇരുന്ന തോലക്കടിക്കുന്ന പുള്ളിയില്ലേ. उन्होंने बोला जो उधर ढोलक बजाने वाला आगे बैठा है वो പുള്ളി കൊലക്കേസിലെ പ്രതിയാണ്. उन्होंने हलिया हथियारा है वो हथियार എന്നിട്ട് അപ്പുറത്തിരിക്കുന്നില്ലയോ उनके बदल में जो है ആ പുള്ളിക്കെതിരെ 16 17 ക്രിമിനൽ കേസാണ്. उनके खिलाफ में भी हली जो क्रिमिनल केस है 16 केस है. അവിടെ പുറകിലിരിക്കുന്ന 4 ക്ലീൻ ഷേവ് ചെയ്ത് ഫുൾ സ്ലീവ്സ് ഇട്ട് 4 അവന്മാര് കൊട്ടേഷൻ സംഘത്തിലെ അംഗങ്ങളായിരുന്നു. उन लोग कोटेशन पे काम करने वाला लोग था पीछे जो कुछ लोग बैठा था. ഓരോന്നോരോന്ന് ഞാൻ ചോദിച്ചു നല്ല പരുവത്തിൽ വല്ലതും ഉണ്ടോ. അപ്പം പാസ്റ്റർ പറയാണ് ഇപ്പോഴത്തെ കുറെ പിള്ളേരല്ല അതെല്ലാം പോകാൻ. उन्होंने पूछा ऐसे कोई इतिहास बिना कोई इधर है करके पूछा था. अभी का बच्चे को छोड़कर पुराने सबका इतिहास अलग है. ഞാൻ നോക്കുമ്പോണ്ടല്ലോ ഇങ്ങനെയുള്ളതിനൊക്കെ മെരുക്കി കൊണ്ടുവന്നേ उन तमाम स्वभाव वालों को बदल कर इधर आके बिठाया हो. സുവിശേഷത്തിന്റെ കരുത്തത്ര ഭയങ്കര. सुसमाचार की सामर्थ्य कितनी कीमत है. അപ്പം ഈ ഏഷ്യ മൈനറിനെ മെരുക്കിയത് സുവിശേഷം. एशिया माइनर को परिवर्तन किया है सुसमाचार को. സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ ആരെ കണ്ടാലും വ്യക്തിഗത സുവിശേഷം. മോളെ കിട്ടിയാലുണ്ടല്ലോ വിടത്തില്ല നിന്ന് സുവിശേഷം പറയും. वो हर व्यक्तिगत तौर पर जिस किसी को मिलता है उसको सुसमाचार सुनाता है. പരസ്യമായിട്ട് പ്രസംഗിക്കാൻ പറ്റത്തില്ല. അതാ പ്രശ്നം. उधर खुले प्रचार नहीं कर सकता. അപ്പൊ പരസ്യമായിട്ട് ഓരോന്നേ പിടിക്കും. उन्होंने आगे किसी से बातें करता है. അങ്ങനെ ഇപ്പൊ ഉണ്ടല്ലോ ആൾക്കാർ കൊണ്ട് വിടുവിക്കപ്പെടാൻ. प्रभु ने लोगों के बीच में कार्य करने लगे. അപ്പൊ പൗലോസ് മനസ്സിലായി അകത്ത് സുവിശേഷത്തിന് തീ കത്തിയവനല്ല ഓരോന്നിനെ പൊക്കി. जो अंदर प्रभु की आग जिनको जला है प्रभु एक एक व्यक्ति को हले चुल्ली अलग कर दिया. അപ്പൊ ഈ ചർച്ചോട് വളർന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒന്ന് പോരാലോ. അപ്പൊ പല സഭകൾ എഴുന്നേറ്റു. वो एक कलीसिया बनने से अलग अलग कलीसिया शुरू हो गया. കാലങ്ങൾ കുറെ കഴിഞ്ഞപ്പോ ഇപ്പൊ ഒരു പ്രശ്നം. എല്ലാ ചർച്ചിലും എന്റെ ഭാഷ പറയാണ് എല്ലാം 50 60 ഒക്കെ ആയി. അപ്പൊ ചിന്ത ഞങ്ങൾക്ക് ഇത്രയൊക്കെ മതി. अभी कलीसिया बहुत बढ़ गई है परंतु साल निकल गया है 50 60 साल हो गया तो इतना होना है इतना ही काफी है करके बोलकर लोग ठंडापन में आए. ഈ തൃപ്തി കണ്ടപ്പോ പൗലോസ് മനസ്സിലായി അയ്യോ ഇത് നല്ല പോക്കല്ല. उन लोग स्वयं तृप्त होने वाला लोगों को देख पौलुस बोले अच्छा यात्रा नहीं है. ഇവിടുത്തെ കാര്യമല്ല നിങ്ങൾ പടങ്ങരുത് നാട്ടിലെ കാര്യം പറയാം. मैं यहाँ का नहीं केरला का बात बोलता हूँ. ഞാൻ ചെറിയ പ്രായം മുതൽ കേട്ടിട്ടുണ്ട് ചർച്ച ഈ അടുത്ത കാര്യത്തിൽ ശുശ്രൂഷിക്കാൻ പോയി. बचपन में मैंने कलीसिया में सुना है पर अभी कुछ साल से मैं सेवा कर रहा हूँ. എണ്ണി തിട്ടപ്പെടുത്ത ഒരു 10 പേര് കാണുമായിരിക്കും. 10-12 പേര് കാണും. आगे चुनकर हले 10-12 लोग होगा. അപ്പൊ ഞാൻ എഴുന്നേക്കുന്ന മുമ്പ് ഭാഷയോട് ചോദിച്ചു പക്ഷെ ചർച്ച തുടങ്ങിയിട്ട് എത്ര വർഷമായി. मैंने उनसे पास साहब से पूछा है पास साहब कलीसिया कितने साल से शुरू हो गया. അഭിമാനത്തോടെ പറയാം 40. पास साहब ने बोला 40 साल से. ഞാൻ ആൾക്കാരെ നോക്കിയപ്പോൾ 40 വർഷം മുമ്പ് ഒരു 2 കുടുംബങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ यदि 40 साल में शुरुआत में यदि 2 परिवार होता तो ബയോളജിക്കൽ ഗ്രോത്ത് സംഭവിച്ചായിരുന്നെങ്കിലും എന്തായാലും 10 അല്ലല്ലോ. यदि शारीरिक दशा में भी उनकी बढ़ोतरी होता तो 10 से बहुत ऊपर होता. അപ്പൊ ഈ ഗതികേട് കണ്ടിട്ട് എന്റെ ആഗ്രഹം കൊണ്ട് ഞാൻ എഴുന്നേറ്റപ്പോൾ ഒരു കാര്യം ചോദിച്ചു. ഈ വർഷം അവസാനിക്കാൻ ഇനിയും ഉണ്ടല്ലോ 7-8 മാസം ബാക്കി. ഒരു 2 കുടുംബങ്ങളെങ്കിലും കർത്താവ് ഞങ്ങൾക്ക് തരും എന്ന് വിശ്വാസത്തോടെ കൈവക്കാൻ പറഞ്ഞപ്പോൾ എന്റെ കൈ മാത്രം ഉയർന്നില്ല. मैंने हले थोड़ा आत्मसंतृप्ति के लिए बोला है और भी 7-8 महीना बाकी है. आपको इस साल खत्म होने से पहले 2 परिवार कम से कम देगा. विश्वास करने वाला हाथ उठाओ बोला तो मेरा ही अकेला हाथ ऊपर था. അവിടുത്തെ പാസ്റ്റർ പോലും കൈവക്കി. पास भी हाथ उठाया नहीं. യോഗം കഴിഞ്ഞ് കഴിച്ചുകൊടുത്തപ്പോൾ പാസ്റ്ററോട് പറഞ്ഞു മോനെ ഈ കൈവക്കാത്തതിൽ വിഷമം തോന്നരുത് കുടുംബസഭയാണ്. ഇവരുടെ തീരുമാനം ഞങ്ങളുടെ കുടുംബത്തിലെ അല്ലാതെ ആരും ഇങ്ങോട്ട് वरना पास्टर साहब ने खाना खाने के समय बोला है बेटा आप हाथ उठाने नहीं उठाने से नाराज नहीं होना चाहिए. ये पारिवारिक सभा है हमारे कुटुंब का लोग को बिना कोई इधर नहीं आना है.
നിങ്ങൾ പിള്ളേർക്ക് ഇവിടെ അങ്ങനെ പ്രശ്നമല്ലോ? क्या आपको सामने इसलिए कि इधर कोई गड़बड़ है क्या? നമുക്ക് ആത്മാക്കൾ വരണമെന്നേ. हमको आत्मा ही आना है. മലയാളിയും വരണം, മറാഠിയും വരണം, ഗുജറാത്തിയും വരണം, എല്ലാ ഐറ്റവും कोई भी भाषा बोलने वाला क्यों ना हो हमारे कलीसिया में आना चाहिए. അവിടുന്ന് ഇവിടുന്ന് പൊക്കിയെടുത്തോണ്ട് വെക്കുന്ന കാര്യമല്ല പറഞ്ഞു. दूसरे की तरफ से भी लूट के लेके आने के बारे में नहीं बोला. അതൊന്നും ഗുണപ്പെടുന്നല്ല. ഇങ്ങോട്ടും ചാടും അങ്ങോട്ടും ചാടും, ഇങ്ങനെ ചാടി ചാടി നിൽക്കും. ഇവിടെ वाले लोग इधर भी आएगा उधर भी जाएगा. നാട്ടിൽ അങ്ങനെ അവിടുന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇങ്ങോട്ട് ചാടും, ഇവിടുന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചാടും. ഈ ചാടുന്നവൻ ആ കുഴപ്പം. उधर से इधर कूद के आते, इधर से उधर कूद के जाते, वो हमेशा प्रॉब्लम करता है. നമുക്ക് ജാതിയെ കെട്ടുപൊട്ടണം. हमको अन्य जातियों की बंधन टूटना चाहिए. സാമുദായിക ബന്ധനങ്ങൾ തകരണം. समुदाय की बंधन टूटना चाहिए. ഇന്ന് ഈ ചർച്ചയിൽ ദൂത് കൽപ്പിക്കുന്നതിനെ പറയാം. आज इस कलीसिया में संदेश क्यों बोलना है? ആത്മാക്കളെ തരുമെന്ന് പറയാൻ. बोलने के लिए है. നമ്മൾ പൂർവ്വകാലം ഓർക്കണ്ടേ, പുതിയതൊന്നും ദൈവം ചെയ്യും. हमारे पूर्व दिनों को याद रखना नहीं, प्रभु का नया कुछ करना जा रहा है. നമ്മുടെ സ്നാനക്കടവുകളെ കെട്ടിയ കെട്ട് പൊട്ടും. हमारे बपतिस्मा की थाली जो जगह को बांटने करने का बंधन टूट जाएगा. ആത്മാക്കൾ അകത്തു വരും. आत्माएं अंदर आ जाएगा. ഇവിടെ വചനം പറയുന്നേ, അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കുന്ന ഈ ലോകത്തിന്റെ ദൈവമുണ്ട്. अविश्वासी को मनोबंधन करने वाला ये संसार की अलिया जो ईश्वर है, അവനെ കയറി കെട്ടാൻ ഒരു നിയോഗം നമ്മുടെ അകത്തുണ്ടെങ്കിൽ उसको बांधने के लिए हमारे अंदर एक प्रेरणा मिलना चाहिए. ഇന്ന് ഈ രാത്രിയില് വചനം കേൾക്കുമ്പോ ഭൗതിക നന്മകളൊക്കെ ഒന്ന് മാറ്റി വെച്ചാട്ടെ. वचन सुनने के समय भौतिक भलाई के बारे में बगल में रखें. എന്നിട്ട് നെഞ്ചുപൊട്ടി പ്രാർത്ഥിച്ചോടെ, കർത്താവേ ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോ ഞങ്ങൾക്കത് കാണണമപ്പാ. बोलना चाहिए प्रार्थना की समाप्ति में हम इस आदमी के बातों को देखना चाहता हूँ. നമ്മുടെ മഹാരാഷ്ട്രയുടെ സിറ്റുവേഷൻ ഒക്കെ എനിക്ക് അറിയാം. പരസ്യമായിട്ടൊന്നും പ്രസംഗിക്കാൻ പറ്റുന്നത് വ്യക്തിപരമായി പിടിക്കണം. आपको मालूम है बाहरी खुल्लम को प्रचार करना इधर संभव नहीं है, मगर व्यक्तिगत तौर पर आप लोगों से संपर्क कर सकते हैं. അവിശ്വാസം ഇല്ലെങ്കിൽ 2 സംഘത്തിൽ 8 വാക്യം ചേർന്നെന്ന് പറഞ്ഞ് എന്നോട് ചോദിച്ചു കൊടുക്കാം. आज दो का हल भले 2:8 में अरे आप बोले यदि आपको मन में अविश्वास मुझसे तुम मांगो, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായി मैं तुम्हें जातियों को अवकाश के रूप में, ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരും. पृथ्वी का छोर को आपको विरास के रूप में ഈ दूंगा. വാക്യം ഹിന്ദിയിൽ നിങ്ങൾ കേട്ടല്ലോ. നാം തുറന്നിട്ട് പ്രാർത്ഥിക്കും. നാം തുറന്നിട്ട് പറഞ്ഞു, ജാതികളെ അവകാശമായി ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി. जातियों का अवकाश के रूप में ജാതികളെ അവകാശമായി ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി. ഇത് രാത്രി വിശ്വാസത്തോടെ ആ ദൂരം അകത്തേക്കൊന്ന് കയറട്ടെ. विश्वास के साथ बोलिए प्रभु को हमें लोगों को देगा. ആത്മാക്കൾ വരട്ടെ, ആത്മാക്കൾ വരട്ടെ, ആത്മാക്കൾ വരട്ടെ. ആത്മാക്കളുടെ വരവിനെ തടയുന്ന ദുഷ്ടന്റെ വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. നാളെ ദിനമൽപ്പ സമയം ദൈവത്തെ ആരാധിക്കട്ടെ. നാളെ തുറന്നിരുന്ന സമയം ദൈവത്തെ ആരാധിക്കട്ടെ. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ വിശ്വാസത്തിൽ തുറന്നു വരാൻ ആരെങ്കിലും ഒക്കെ ബാക്കിയുണ്ടെങ്കിൽ ദൈവം പറയാൻ ഒരു കുഴപ്പമോൾ പിറകു ശേഷിക്കാതെ ദൈവം കൂട്ടമായി ആത്മാക്കളെ തരും. परिवार के अंदर कोई भी नहीं जाएगा, बाकी नहीं रहेगा. प्रभु ने झंडे कलीसिया में आत्मा को देगा. 40 ദിവസം ഇരുന്നാലും സുവിശേഷാത്മാവില്ലാത്ത ചർച്ച് ചത്ത ചർച്ച. यदि हम 40 दिन उपवास करें तो भी सुसमाचार की आत्मा जिनके अंदर नहीं हो, मरा हुआ कलीसिया है. അതിനെ ഞാൻ ദിവസം പ്രസംഗിക്കുന്നുണ്ട്. ആ ഭാഗം ഞാൻ मैं വിടുകയാണ്. उसके बारे में और एक बार प्रचार करने वाला समय छोड़ना ചർച്ച था. സംബന്ധിച്ച് 3 അപകടങ്ങളാണ് പറഞ്ഞത്. ആത്മാവിൽ ആരംഭിച്ച് ജനത്തിൽ അവസാനിച്ചു. വചനത്തോടുള്ള സ്നേഹം കുറഞ്ഞു. സുവിശേഷാത്മാവ് കെട്ടു. देखो इधर 3 प्रकार की बातें बोला है. वो शरीर में आराधना किया, आत्मा में शुरुआत किया है, बस शरीर में समाप्त किया है. वजन का साधन का संबंध खत्म हो गया है. സുവിശേഷാത്മാവ് सुविशेष की सुसमाचार की आत्मा खत्म हो गया. ഒരു വാക്യം ഗലാത്യർ 5:1 നാലാമത്തെ പരാജയമാണ്. चौथे पराजय तो गलाती 5 का पहले में അത് നമുക്ക് ഒരുമിച്ച് ഭാഷ കൂടെ ഞാൻ പറയുന്നില്ല. നമുക്ക് ഒരുമിച്ച് മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ, ഹിന്ദിയിലാണെങ്കിലും ഹിന്ദിയിലൊക്കെ പറഞ്ഞു. 5:1 വാക്യം, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. स्वतंत्रता के लिए प्रभु ने मसीह में स्वतंत्र किया है. ഒന്നുകൂടെ പറഞ്ഞേ, സ്വാതന്ത്ര്യത്തിനായി स्वतंत्रता के लिए ക്രിസ്തു നമ്മെ मसीह में സ്വതന്ത്രരാക്കി. स्वतंत्र किया है. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കാൽവറിയിലെ രക്തത്താൽ നമ്മുടെ കെട്ട് സ്വർഗം അഴിച്ചു. कालवरी क्रूस की लहू से हमारी बंधन से प्रभु ने मुक्त किया. ഇത് കേൾക്കുമ്പോൾ നല്ല പ്രതികരണം ഉണ്ടാവും. ये सुनने का समय हमारी आत्मा में उछल होना चाहिए. കാര്യം പെന്തക്കോസ്തുകാർക്ക് ഈ കെട്ടഴിഞ്ഞെന്ന് കേട്ട വലിയ സന്തോഷമൊന്നുമില്ല. वो बंधनों को ये बंधन छूट गया बोलने से इतना आनंद नहीं होता है. പക്ഷെ കെട്ട്, ബന്ധനം, ശാപം, ആഭിചാരം ഇതൊക്കെ പറയുവാണെങ്കിൽ എന്തോന്നാണ് ഇതിന് ഭയങ്കര കുറവാണ്. बाकी प्रकार की बंधन हले शैतान के बंधन के बारे में उगलती जागृत होते हैं. ഞാൻ ഇപ്പം ഈ ലൈവ് നമ്മുടെ ചർച്ചക്കാരെ കാണുന്നുള്ളൂ. അതേ ഉള്ളൂ. അപ്പൊ മടത്തറയില്
ഒരു മീറ്റിംഗിൽ ഞാൻ പ്രസംഗിക്കുക അടുത്ത സമയത്ത്. देखो केरला में एक जगह में मैं प्रचार कर रहा था, ഹൈന്ദവ ഭൂരിപക്ഷ മേഖലയാണ്. उधर हलिया नामधारी लोग हैं, ഈ കെട്ട് കേൾക്കുമ്പം കൈയടിക്കുന്നത് യഥാർത്ഥ കൈയടി അല്ല. जो बंधन के बारे में सुनने का समय थाली बजाने वाला वास्तविक थाली नहीं है. ഞാൻ ദുരുപദേശം ഒന്നും പറയല്ല. കെട്ടില്ലെന്നോ മന്ത്രവാദം ഇല്ലെന്നോ ആഭിചാരം ഇല്ലെന്നോ ശുദ്രമില്ലെന്നോ ഞാൻ പറയത്തില്ല. പക്ഷെ അഭിഷേകമുള്ളവരെ കെട്ടാൻ ഒരു മന്ത്രവാദത്തിന് കഴിയില്ല, ഒരു ആഭിചാരത്തിന് കഴിയില്ല. मैं नहीं बोलता कि शैतान की बंधन नहीं है करके, परंतु जिसके अंदर आत्मा का सामर्थ्य है उसको कोई प्रकार का शैतान बांध नहीं सकता. നമ്മൾ കെട്ടപ്പെട്ടവരല്ല, നമ്മൾ കെട്ട അഴിഞ്ഞവർ. हम स्वतंत्र लोग हैं, बांधा हुआ लोग नहीं है. അത് ബാലാക്ക് ബിലിയാമിനോട് പറഞ്ഞാൽ ഇവരെ ശപിക്കും. बालाक बिलियाम से बोले उनको श्राप दो. ബിലിയാം പറഞ്ഞു ഇവരെ ശപിക്കാന്ന് പറഞ്ഞത് ദൈവം അവരെ അനുഗ്രഹിച്ചിരിക്കുന്നു. बिलियाम ने बोले आशीषित लोगों को श्राप नहीं दे सकता. ദൈവം അനുഗ്രഹിച്ചവരെ ഞാൻ എങ്ങനെ ശപിക്കും? प्रभु जिसको आशीष दिया उनको मैं कैसे श्राप दूंगा? നിന്റെ കൂടെ വാളും കുന്തൊക്കെ കാണും, പക്ഷെ അവരുടെ ദൈവമുണ്ട്. उनके तेरे पास तलवार और हलबाला होगा, परंतु उनके साथ प्रभु है. രാജകോലാഹലങ്ങളുടെ മധ്യത്തിലുണ്ട്. उनके मध्य में राजा की खालिया घोषणा है. ആഭിചാരം ഇസ്രായേലിനെ ഭരിക്കില്ല. हाँ, जो जादू टोना उनको लगेगा नहीं. ലക്ഷണവിധി അവനെ ഏക്കത്തില്ല. उनको कोई मिथ्या नहीं चलेगा. ഇത് കേൾക്കുമ്പോ ഈ സന്തോഷം പോരാതെ हो गया नहीं चाहिए उनको. കാര്യം അകത്ത് ആത്മാവിന്റെ നിറവുള്ളവരെ കണ്ടാൽ കരുത്തുള്ളതൊന്നും ഈ ലോകത്തിലില്ല. अंदर एक परमेश्वर का आत्मा जिसके पास है उनको कोई प्रकार का ताकत बांध नहीं सकता. തിരുവനന്തപുരത്തെ കാര്യമല്ലേ ഞാൻ തോന്നുന്നു. तिरुवनंतपुरम साइड का कोई है क्या? തിരുവനന്തപുരത്ത് ഉള്ളപ്പം എനിക്ക് പറയാൻ ആവശ്യമുള്ള സംഭവം. ഞാൻ തിരുവനന്തപുരത്തൊക്കെ പോകുമ്പോൾ പഠിക്കാറുണ്ട് ഇത്. तिरुवनंतपुरम जो केरला के जगह में रहने वाले लोग हैं उनको मैं ये विशेष करके बोलता हूं. യേശുദാസ് ഭാഷ ചർച്ച ചെന്നപ്പോൾ ഒരു മുരളീധരൻ പിള്ള എന്ന് പറഞ്ഞൊരു സഹോദരനെ ഞാൻ പരിചയപ്പെട്ടെ. केरला उधर में एक मुरलीधरन करके भाई साहब को मैंने मिला. ഇയാള് ഒരു നായർ കുടുംബത്തിലുള്ള പുള്ളി വർക്കരക്കാരനാണ്. वर्कला का है, उन्होंने नए परिवार से आया है. അത്യാവശ്യം ബിസിനസ്സാണ്. उन्होंने धंधा कर रहा है. പക്ഷെ പുള്ളിയുടെ പരിപാടി എന്താ പറയുക, ബിസിനസ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ പുള്ളി പരവൂർ ഒരു മന്ത്രവാദി ഉണ്ട്. അയാൾ ചത്തകോഴിയെ പറപ്പിക്കുന്ന മന്ത്രവാദി എന്നാ പറയുന്നത്. പുള്ളി അടുത്ത് എല്ലുവാ മന്ത്രവാദം ചെയ്യും. उनको जो कोई तकलीफ होता तो जादू टोना करने वाला व्यक्ति था, उनके पास हमेशा जाता था. അപ്പം അങ്ങനെ കുറെ ആൾക്കാരെ ഇയാൾ ഒതുക്കിയിട്ടുണ്ട്. उन्होंने ऐसे कई काम किया है. അപ്പൊ ഈ റാന്നിക്കാരായ ഒരു ബിജു സിമി ഇവരവിടെ ജോലിക്ക് വേണ്ടി വന്നേ. വർക്കലയിൽ ഇദ്ദേഹം താമസിക്കുന്ന വീടിന് 2 വീടിന് അപ്പുറത്ത് റെന്റിന് താമസിക്കാൻ വന്നേ. उनकी उधर दूसरे के परिवार है, वो उन्होंने जो रहता था उसके बाजू में किराए से नौकरी का सिलसिले में रहने लगे. അപ്പൊ ഇയാള് പോയി ഇവർക്കെതിരെ മന്ത്രവാദം ചെയ്യും. उनके खिलाफ भी लोग ഈ പുള്ളി പറയുന്നത് മുരളീധരൻ പറയുന്നില്ല, തീന്ന് ചാടി എഴുന്നേക്കുന്ന പോലെ ഈ മന്ത്രവാദി ചാടി എഴുന്നേറ്റ് പറഞ്ഞെന്ന് പിള്ളേച്ച എന്നെ കൂടെ കുരുക്കരുത്. हाँ, वो उन्होंने जादू टोना करने वाला उसको कूद कर बोला है, अरे पिल्ला तुम मुझे भी फंसाना नहीं करके बोला. അവന്മാര് പാവങ്ങളൊന്നുമല്ല. उन लोग गरीब लोग नहीं है. രാഷ്ട്രീയക്കാരെ ഞാൻ താഴ്ന്നിട്ട് തരാം, പക്ഷെ തൊടാൻ പറ്റാത്തൊരു വർഗം यदि आज नेताओं को मैंने गिरा के देगा परंतु उनको छू नहीं सकता है. പിള്ളേച്ച വീട്ടിൽ പൊക്കോളാം. आज जो पिल्ला तू अपने घर में जाओ. ഇയാള് പേടിച്ച് ഓടിച്ചെന്നത് ബിജുവിനെ വീട്ടിലുണ്ട്. ബിജു നല്ല സുവിശേഷം അവിടെ പറഞ്ഞു. वो पिल्ला खड़े डर कर बिजू के घर में गया. बिजू ने उनको सुसमाचार सुनाया. അവിടെ മുരളീധരമുള്ള ദൈവമകനായി. उस समय से उन्होंने प्रभु को ग्रहण किया. അയാൾ തെരുവീതിൽ നിന്നെല്ലാം പറയാണ് യേശു മാത്രമാണ് ജീവനുള്ള ദൈവം. जीवित परमेश्वर की सेवा करके जगह जगह में खड़ा होकर बोलता है. എന്നാൽ എന്റെ ഒരു വിഷമം ഞാൻ പറയാം. मेरा एक दुख में बोलना चाहता हूँ. പരവൂർകാരെല്ലാം കൂടെ അറിയാം, അവിടെ ഒന്നും ഒരു പെന്തക്കോസ്തരുള്ള സ്ഥലമല്ല. जो फरवो में कोई भी बंदोबस्त वाला नहीं था, ऐसी जगह था. പക്ഷെ ഒരു പെന്തക്കോസ്തർ ഇല്ലാത്ത മന്ത്രവാദിക്ക് അറിയാൻ നമുക്കിത് ഏക്കത്തൊന്നും. फरवो में कोई बंदोबस्त वाला नहीं था, उधर ही हो जादू टोना वाला था, क्योंकि उनका माल में बंदोबस्त वाला नहीं होने से हमको कुछ प्रॉब्लम नहीं है. നിങ്ങൾ പെടങ്ങുന്നത് ഇവിടുത്തെ കാര്യമില്ല, നാട്ടിലെ കാര്യം. 30 വർഷം അന്യഭാഷ പറഞ്ഞ അമ്മാമ ഏക്കൂന്ന് പറഞ്ഞ് നടക്കാം. हाँ, अभी इधर का नहीं, केरला का बात है. 30 साल से अन्य भाषा बोलने वाला अम्मा को अभी भी डर है कि जादू टोना लग जाएगा. പച്ചേ യാഥാർത്ഥ്യം പറയാം, കയ്യിലിരിപ്പ് ശരിയല്ലേ? यदि आपकी जीवन रीति सही नहीं है तो ആരും മന്ത്രവാദം ചെയ്യേണ്ട, വഴി കയറുന്നതെല്ലാം കരുപിടി. आपको कोई जादू टोना करने की जरूरत नहीं. मेरे रास्ता में निकलने वाला सब कुछ आपको थाम लेगा. നമ്മൾ ക്ലിയർ കട്ടാണ്, നമ്മൾ ക്ലിയർ ആണ്. यदि हम साफ सुथरा हो, ആരെല്ലാം ഇനി കുത്തിയിരുന്ന മന്ത്രവാദം ചെയ്ത चाहे कितना भी आपके खिलाफ कोई भी कोशिश करे, നമ്മളെ ഏക്കത്തില്ലെന്നേ. हमको कुछ लगेगा नहीं. രക്തത്തിന്റെ മുദ്രയുള്ളവനെ തൊടാൻ കരുത്തുള്ളത് എന്തായാലും. लहू का मोहर जिसके ऊपर है उसको कोई छू नहीं सकता. പിന്നെ എന്നോട് പലരും വന്ന് പറയാറുണ്ട്, എന്റെ പാസ്റ്ററേ എല്ലാ മേഖലകളും കെട്ടപ്പെട്ടു. कई लोग आकर बोलते चारों तरफ बंधा हुआ है. അപ്പൊ ബന്ധമില്ലാത്തവരോട് ഞാൻ പറയത്തില്ല, വഴക്ക് കൊടുക്കും. പക്ഷെ ബന്ധമുള്ളവരോട് ഞാൻ പറയാറുണ്ട്, അമ്മാമെ പ്രാർത്ഥന കെട്ടപ്പെടാറിഞ്ഞോ? പ്രാർത്ഥന കെട്ടപ്പെട്ടതറിഞ്ഞോ? देखो हलिया मेरे गरीब के लोगों से मैं पूछे बोलेगा प्रार्थना क्यों बंद किया करके आपको मालूम है? ആരാധന കെട്ടപ്പെട്ടു അറിഞ്ഞോ? आराधना बंदो बांध लिया वो आपको मालूम पड़ा? പണ്ട് അകത്ത് വരുമ്പോ തീയാൽ
पगले जो अंदर आने के समय आग जलता रहा। പക്ഷെ ഇന്ന് നല്ല കസേരയും കിട്ടി വന്നിരുന്ന് ഉറങ്ങി അടിക്കുക. आज अंदर आते तो भी आप आराम कर रहे हैं, आप सोने लग गया, എല്ലാം കയറി പിടിക്കും. आपको अपनी संगति ठंडा होने से सब आपको पकड़ेगा। പണ്ട് ആര് പ്രസംഗിക്കണമെന്നില്ല, വചനമാണെങ്കിൽ ഏറ്റെടുക്കുക. पगले कौन प्रचार करे, वचन को ग्रहण करता रहा। ഇന്ന് മാർക്കിട്ടാണ് എബി പാസ്റ്റർ പ്രസംഗത്തിന് 10:07. ये भी पास्टर का खाली 7 मार्क दे दिया, ഇന്നാണ് പ്രസംഗത്തിന് 10:06. दूसरे का खाली 10 में से 6 मार्क दे दिया। നമ്മള് കെട്ടപ്പെട്ടവരാ. हम लोग को अपने आप को बांधा हुआ है, പക്ഷെ നമ്മൾ ദൈവസന്നിധി കടന്നു വന്ന് പരിസരം മറന്ന് हम प्रभु को वसनी में आकर माहौल को भूले बिना ആരാധിക്കാനും ദൈവത്തെ സ്തുതിക്കാനും प्रभु को आराधना करना शुरू करना है। നമ്മളെ പോലെ ശ്രേഷ്ഠരായ ഒരു ജാതി വേറെ ഇല്ല. ऐसा है तो हमारे समाज श्रेष्ठ जाति और कोई है नहीं। ഇന്ന് രാത്രി തിരിച്ചറിവുള്ള പ്രിയപ്പെട്ടവർക്കായി ദൈവത്തിന് സ്തോത്രം. आज रात को जो लोग फंसाने हैं, उन लोगों ने प्रभु को धन्यवाद ആ देता है। രംഗത്തോട്ട് കൈവച്ചിട്ട് പറയണം, എനിക്കെതിരെ ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കില്ല. सीने में हाथ लेकर बोलो, मेरे विरुद्ध मत तैयार करो, मेरा कोई हथियार തലമുറ യാതൊരു കെട്ടില്ല. आपको कोई पीढ़ी को कोई फाड़ नहीं सकता, ഞങ്ങളെ തകർക്കാൻ ശത്രുവിന് കഴിവില്ല. आपको पराजित करने के शत्रु को ഞാൻ യേശുവിന്റെ രക്തത്താൽ മറയപ്പെട്ടതാണ്. यीशु का छिपा हुआ തിരിച്ചറിവുള്ളവർ അല്പസമയം നാവ് തുറന്ന് ദൈവത്തെ ആരാധിച്ചു. प्रभु को കരമടിച്ച് ദൈവത്തെ അല്പസമയം ആരാധിച്ചു. പരദേശികളുടെ ഭാഗ്യശാലികൾ ഇതുപോലൊരു ജാതിയുണ്ട്. നമ്മൾ ശ്രേഷ്ഠ ജാതിയാണ്. हम लोग एक विशेष प्रकार की जाति है, നമ്മൾ കെട്ടപ്പെട്ടവരല്ല. हम कभी बांधा हुआ नहीं है। കെട്ടപ്പെടുന്നുണ്ടെങ്കിൽ यदि आप बांधा जाता है, ആത്മീക മണ്ഡലത്തിലെ കെട്ടടിഞ്ഞാൽ മതി. आपकी जीवन की आत्मिक स्तर की बंधन छूटना है और कोई जरूरत नहीं। ഗലാത്യ ചർച്ചിൽ സംഭവിച്ച പ്രശ്നം ആത്മീകമായി കെട്ടപ്പെട്ടു. गलाती कलीसिया में एक हम हुआ कि उनकी आत्मिक स्तर को बांधा गया। ഗലാത്യ ലേഖനം 4:8, 9, 10, 11, 12 വാക്യങ്ങളാണ്. നിങ്ങൾ നോക്കിയാൽ മതി. गलातियों की 4 की 8 से लेकर जो आए थे हम लोग पढ़ने से मालूम पड़ेगा। ദൈവം നിങ്ങൾ ദൈവത്തെ അറിഞ്ഞു, വിശേഷ ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കും. आप प्रभु को जाना, खास करके प्रभु परमेश्वर आपको भी जाना है। ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിയുന്നു. आपने बलहीन और कमजोर प्रथम शिक्षा की ओर मुड़ गया है। അർത്ഥം എന്താ പറയുക? ഇറങ്ങി വന്നത് വേർപാട് പറഞ്ഞോണ്ട്. आपने निकल आया तो अलग ताई के साथ निकल आया था। ഇപ്പം പ്രശ്നം എന്ന് പറഞ്ഞാൽ പഴയതിലേക്കൊക്കെ തിരിച്ചു പോകണമെന്നൊരു അറിയാത്തൊരു ആഗ്രഹം. परंतु अंदर घर में अभी एक इच्छा होता पुरानी बातों की ओर मुड़ के जाना है। ഈ പെന്തക്കോസ്തിനെ പറ്റിയ അപകടം എന്താ പറയാ? पेंतकोस्त में क्या खाली अपराधी हुआ मालूम है? ഒരു കൈ ദൈവം, एक हाथ में प्रभु, ഒരു കൈ ലോകം. एक हाथ में संसार, അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവാണ്. उनको एडजस्ट करके जा रहा ഇത് है। ഈസി ആയതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് സുഖമാണ്. हमको अच्छा लगता है, इसलिए लगता है अच्छा है। ഇപ്പൊ പൂനെ ഞാൻ അത്രയും കണ്ടില്ല. ഈ ഡൽഹിയിലൊക്കെ ആണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൊടുത്താൽ അത് എടുത്തോടെ അങ്ങ് പൊക്കോളും. यदि पूना में हमने देखा कि दिल्ली वगैरह में रेलवे स्टेशन में खड़ा रहना आपको अंदर कुछ ऐसे ट्रेन में लेके जाएगा। ലോകത്തിന്റെ കൂടെ ഒഴുകാൻ എന്തെങ്കിലും പ്രയാസം, आपको संसार के साथ जाने के लिए कोई तकलीफ नहीं होता പക്ഷെ है, ഒറ്റയ്ക്ക് നിൽക്കുക ഇച്ചിരി പ്രയാസം. परंतु अकेला खड़ा रहेगा तो तकलीफ उठाना ഞങ്ങളെ पड़ेगा। കൊച്ചു നല്ലോണം കീബോർഡ് വായിക്കും, ഡ്രംസ് വായിക്കും, എന്ന് കുഴപ്പമില്ല. എനിക്ക് ഇച്ചിരി പ്രയാസമാണ്, അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. मेरे को तकलीफ होता है, हमारे बच्चों को कीबोर्ड बजाना और ड्रम्स बजाना कोई बड़ी बात नहीं है। പ്രസംഗിക്കാൻ വല്ല പ്രയാസമുണ്ടോ? और प्रचार करने के लिए कोई समस्या है? ഇത് ഒരു പ്രശ്നം. പിന്നെ എനിക്ക് സമയം അതുകൊണ്ട് ഞാൻ പ്രസംഗിച്ചു. ഇവിടെ ആർക്ക് കൊടുത്താലും അരമണിക്കൂർ കത്തിക്കാനുള്ള വക എല്ലാ റൈലും. मुझे समय नहीं, इसलिए मैं प्रचार कर दी। आपको भी आधा घंटा दे तो आपका पास भी है, आप कुछ बोल ഈ लेगा। പ്രസംഗവും പിന്നെ കീബോർഡ് വായിക്കുന്നത് പാടുന്നതൊന്നും ഈ പറയുന്ന പോലെ വലിയ പ്രയാസമുള്ള കാര്യമല്ല. ഇവിടെ പ്രസംഗിക്കുമ്പോൾ നിങ്ങളെല്ലാം സ്വതന്ത്രം പറഞ്ഞു ആവേശം. പിന്നെ എനിക്ക് 9 മണിക്ക് ആ സമയം നോക്കുന്നത് പേടിച്ചാ അവിടെ ഞാൻ പറഞ്ഞ പാട്ടൊക്കെ നിർത്താൻ പറഞ്ഞു. കാര്യം എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുന്ന ഒരു പ്രയാസമില്ല, ഇവിടെ ഒരു പ്രയാസമില്ല. 9 10 മണി വരെ പ്രസംഗിക്കും. हमको प्रचार करने में कोई दिक्कत नहीं है, ये सब इंस्ट्रूमेंट में जाने में कोई दिक्कत नहीं। समय को देखकर हम लोग थोड़ा डर रहे हैं। പ്രയാസം എവിടെന്നറിയാം? अरे समस्या कहाँ है? കർമ്മേലിലെ ഒരു ഒറ്റയാണ്. खरमेल में अकेला में एक व्यक्ति है। 400 പ്രവാചകന്മാർ, ബാലിന്റെ പ്രവാചകന്മാർ നിരന്ന് നിൽക്കുകയാണ്. बाल की है ये भविष्यवक्ताओं की गण 400 लोग झुंड में खड़ा है। പാട്ട് പാടാൻ ആളില്ല, കീബോർഡ് വായിക്കാൻ ആളില്ല, കൂടെ നിന്ന് ജയ് വിളിക്കാനല്ല. അന്നേരം തന്റെ അടുത്തോടെ പറഞ്ഞു, गाना गाने के लिए कोई नहीं है, कीबोर्ड बजाने के लिए कोई नहीं है, जय बोलने के लिए कोई नहीं है, अकेला उधर खड़ा है। ഞാൻ ദൈവത്തിന്റെ മകൻ, അതാണ് തന്നെ. वो समय में परमेश्वर का बच्चा होकर के खड़ा है। ഈ ബാബേൽ കൊട്ടാരത്തിന് നേരത്തെ അങ്ങോട്ട് വെച്ചു കൊടുത്തു. പിള്ളേര് പറയാണ്, ഞങ്ങളെ ദൈവത്തിന്റെ മക്കളാ,
കുടിക്കാൻ ഇഷ്ടം പോലെ, ആസ്വദിക്കാൻ ഇഷ്ടം പോലെ നിരത്തി വെച്ചു കൊടുത്തപ്പോൾ തന്റെ ഇടത്തോടെ പറഞ്ഞു, ഞങ്ങൾ ഇതുകൊണ്ട് അശുദ്ധമാകത്തില്ല. അതാണ് തന്റെ ഇടം. वो बच्चों के वाले के सामने खाना पीने का प्रबंध करेगा, वरन उन लोगों ने बोला हम शुद्ध नहीं होगा, खाने और पीने से हम अपने आप को शुद्ध नहीं करेंगे. ഇവിടുന്ന് സ്തോത്രം പറയാൻ ഒരു പ്രയാസമില്ല. इधर खाली धन्यवाद बोलने के लिए कोई प्रॉब्लम नहीं है. ഇവിടുന്ന് കൈയടിക്കാൻ ഒരു പ്രയാസമില്ല. इधर बैठ के थाली बजाने कोई प्रॉब्लम नहीं है. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അല്ല നമ്മൾ ഒറ്റയ്ക്കാവുമ്പോ जब हमारे बच्चे हैं हम लोग अकेला जब होता है, ദൈവത്തിന്റെ മക്കളെ അന്ന് കാണിക്കാൻ പറ്റിയാൽ उस समय यदि आपकी संबंध प्रभु के साथ ठीक ठाक रख सकते हैं, आप आशीषित हैं. സത്യം പറഞ്ഞാല് ഈ പെന്തക്കോസുകാരൻ മര്യാദയ്ക്ക് ജീവിച്ചാൽ നമ്മളെ പോലെ സൂപ്പർ കക്ഷികൾ വേറെ ഇല്ല. यदि पेंतकोस्त लोग अच्छे से चलेगा तो हमारे समान खास कोई नहीं है. പക്ഷെ നമ്മള് കൃപ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് വന്നത് തന്നെ कष्टം. यदि हमारे अंदर പാപം ചെയ്യാനും പറ്റത്തില്ല. हमारे अंदर अनुग्रह खत्म हो गया तो इसके अंदर आ गया तो हमारे लिए परेशान हो गया, क्योंकि जानबूझ के भाव भी नहीं कर पा रहे. സ്വർഗത്ത് പോവോ അതുമില്ല. परंतु स्वर्ग जाना वो भी मुश्किल में. ഞാൻ എല്ലായിടത്തും പോയപ്പോ പ്രത്യേകിച്ച് USA ചെന്നപ്പോൾ എല്ലാ ബ്രേക്ക്ഫാസ്റ്റിലും മുട്ടയുണ്ട്. എല്ലാ ബ്രേക്ക്ഫാസ്റ്റ് मैं यूएस में गया था, हर ब्रेकफास्ट में अंडा देता है. അപ്പൊ ഞാൻ ചോദിച്ചു എല്ലാ ബ്രേക്ക്ഫാസ്റ്റിലും എന്തിനാ ഈ സാഹിബ് മുട്ട വെക്കുന്നത്? आप जो विदेशी लोग हैं हर ब्रेकफास्ट में अंडा क्या के लिए? അന്നേരം സാഹിബ് പറയാണ്, എന്റെ പാസ്റ്റർ ഇതുപോലൊരു സമീകൃത ആഹാരം ലോകത്തിൽ വേറെ. इसी प्रकार उत्तम प्रकार की एक भोजन संसार में और कहां भी नहीं है. അപ്പൊ ഞാൻ തിരിച്ചു ചീഞ്ഞാലെങ്കിലും मैंने उसको पूछा यदि खराब होगा तो कैसे रहेगा? ഇറച്ചി വല്ലതും എവിടെങ്കിലും കൊണ്ട് കളയാം. ഈ സാധനം 10 എണ്ണം വീട്ടിൽ നിന്ന് ചീഞ്ഞാൽ എന്ത് രസമായിരിക്കും നിങ്ങൾ ഇത്. यदि बाकी मांसाहार कोई भी खराब हो जाते तो कहां भी फेंक सकते हैं. यदि अंडा 10 घर के अंदर ही खराब हो गया तो हालत क्या होगा आप सोच लीजिए. കൃപയുള്ള പെന്തക്കോസുകാരൻ സൂപ്പറാ. यदि अनुग्रहित पेंतकोस्त में अच्छा है, കൃപയില്ലാത്ത പെന്തക്കോസുകാരൻ आपके अंदर से आत्मिक अनुभव नष्ट हो गया तो पेंतकोस्त में आपको नुकसान है. അവനെ പോലൊരു വർഗം വേറെ ഇല്ല. उनके समान खराब और कोई चीज नहीं होगा. നമ്മൾ ജീവിക്കുന്നെങ്കിൽ തന്റെ ഇടത്തോടെ ദൈവം यदि जीवित रहना है तो हिम्मत के साथ प्रभु के लिए खड़ा रहना है. ഈ പറഞ്ഞ പോലെ ഒരു വള്ളത്തെ 2 വള്ളത്തിലൂടെ കാല് വെക്കുന്ന പണി നമുക്ക് വേണ്ട. दोनों नावों पर पैर रखने का स्वभाव छोड़ना है. കർത്താവിന്റെ പൈതലാന്ന് കാണിക്കാൻ തന്റെ അകത്തുള്ളവർക്കാണ് ദൈവത്തിന്റെ സ്തോത്രം. प्रभु का दिन होकर के बोलने के लिए अंदर हिम्मत रखने वालों के लिए धन्यवाद. പ്രിയപ്പെട്ടവരെ, ബാലിന് മുട്ടുമടക്കാത്തൊരു കൂട്ടം, ഉടുപ്പ് മലിനമാകാത്തൊരു കൂട്ടം, ജീവിക്കുന്നെങ്കിൽ ക്രിസ്തു, മരിക്കുന്നെങ്കിൽ ലാഭമെന്ന് പറയുന്ന ഒരു കൂട്ടം ദൈവസഭയ്ക്കകത്ത് ദൈവം വേർതിരിക്കുക. അതിനകത്ത് ജ്ഞാനമുണ്ടെന്ന് പറയാൻ കൃപ ലഭിച്ച പ്രിയപ്പെട്ടവർക്കാണ് ദൈവത്തിന്റെ സ്തോത്രം. संसार के सामने रहते करके ऐसे कि झुंड कलीसिया कदम होने पाए. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ സ്തോത്രം. हमारे हाथ उठा के ഈ ഒരു 10 മിനിറ്റിനുള്ളിൽ എനിക്ക് പ്രസംഗം നിർത്തുകയും അവസാനത്തെ 10 മിനിറ്റ് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അപ്പോൾ 10 മിനിറ്റേ ഉള്ളൂ, പെട്ടെന്ന് പറഞ്ഞാൽ നിർത്താം. 10 मिनट के अंदर प्रचार को समाप्त करना, आखिरी 10 मिनट അപ്പൊ में. ഗലാത്യ ചർച്ചയിൽ സംഭവിച്ച അപകടം കോംപ്രമൈസ് ചെയ്തു തുടങ്ങി. जो लोगों ने आपस में समझौता करने लग गया है. ഇനി 1:6 വായിച്ചേ. पहले का 6 आयत पढ़िएगा. ഞാനൊക്കെ പറയാം. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കണ്ട് ഞാൻ ആശ്ചര്യപ്പെട്ടു. प्रभु अपने अनुग्रह से आपको बुलाया, परंतु प्रभु की सुसमाचार से आप और सुसमाचार को अपने आप को बदल दिया. ഗലാത്യ ലേഖനം 6:14 കൂടെ ഞാൻ പറയാം. 6 का 14वीं में हल बोलना चाहता हूं. നമുക്കോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. हमें प्रभु यीशु मसीह की क्रूस के सिवा प्रशंसा करने के लिए और कुछ रास्ता नहीं होना चाहिए. പൗലോസ് പറയാണ്, എനിക്ക് പ്രശംസിപ്പാനുണ്ടെങ്കിൽ എവിടെ? मैं कोई भी बातों में प्रशंसा करना हो, मैं केवल क्रूस में. അവിടെ എന്നെ രക്ഷ തുടർന്നത്. वही उद्धार है. അപ്പൊ സംഭവിച്ച പരാജയം എന്തുമായിരിക്കും? पराजय कहां हुआ करके आपको मालूम है? സ്വയം പ്രശംസക്കാരകത്ത് കയറി. और स्वयं उन्होंने अपने आप को प्रशंसा करने लगी. ചർച്ചനകത്ത് സംഭവിച്ച അപകടം ഞാൻ പറഞ്ഞു. कलीसिया के अंदर ये नुकसान ही हुआ है. അത് ഞാൻ പറഞ്ഞു, ചുമ്മാ ആണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ വാക്യം നോക്കുന്നത്. ഗലാത്യ ലേഖനം 6:3 പ്രൊജക്ട് ചെയ്ത് गलाती भले 6 का तीसरा आयत दिखाइए. 6:3 വാക്യം, 6:3 വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? താൻ അല്പനായിരിക്കെ ഇരിക്കുന്ന പാവവും പടനെയും കണ്ട എങ്ങനെ? क्योंकि यदि कोई कुछ न होने पर भी अपने आप को कुछ समझता है. പക്ഷെ അവന് ബൈബിൾ കൊടുക്കുന്ന പേരാ ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നില്ല, നിങ്ങളൊക്കെ പറഞ്ഞാൽ മതി. എന്നാ അല്പൻ? वो हले कुछ भी नहीं है, फिर भी अपने आप को बड़ा समझने वालों को बाइबल ऐसा ആരോട് നിങ്ങൾ വായിച്ചത് സമയമില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ നോക്കിയാൽ മതി. അവിടെ എഴുതിയിരിക്കുന്നത് സ്വയം പ്രശംസ എന്ന് പറയാൻ പ്രശംസ അടക്കി വെക്കാൻ. जो तो हमारी स्वयं की प्रशंसा को दबा के रखने के लिए बोला है. നാട്ടിലൊക്കെ ഉള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. നാട്ടിലെ കാര്യമാണ് കേട്ടോ. നിങ്ങൾ പണം കണ്ട നാട്ടിലെ പല സാക്ഷ്യങ്ങൾ പോലും പൊങ്ങച്ച. हाँ, यदि हले कई गवाही भी हम अपने आप को बड़ा देता है. ഈ 2 ഫാൻ ഞാൻ സ്പോൺസർ. ये दोनों फंदा ने मैंने स्पॉन्सर किया. ഞാനും എന്റെ അപ്പനും ഈ കട്ടോള ചുമന്നയാണ്. और ये हले जो दरवाजा को हले मेरे और मेरे बाप दादा ने മാസിക് സ്പോൺസർ ചെയ്തത് ഞങ്ങൾ.
മാസയോഗം मासयोग हम लोगों ने स्पॉन्सर किया കൺവെൻഷനൊക്കെ ഞങ്ങൾ തന്നെ കഷ്ടപ്പെട്ടതാണ് कन्वेंशन के लिए हमने अकेला मेहनत किया था ദൈവത്തിന് വേണ്ടി കൊടുത്തതൊന്നും प्रभु के लिए जो कुछ भी खर्चा किया है വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കരുത് आप चिल्लाकर जाना नहीं സ്വയം പ്രശംസക്കാരെ ദൈവത്തിന് വേണ്ട अपने आप को प्रशंसा करने वाला प्रभु नहीं चाहता ക്രൂശി കർത്താവ് മരിച്ചത് മാത്രമാണ് क्रूस में जो प्रभु यीशु की मृत्यु हुआ वही हमारे लिए प्रशंसा है പ്രശംസിക്കാറുള്ളത് वही केवल हम प्रशंसा करता അതാ പൗലോസ് ഗലാത്യലേഖനം 1:6 ആദ്യം പറഞ്ഞത് നിങ്ങളെ വിളിച്ചത് ആരാന്നറിയാ കർത്താവാ आपको हली गलाती पहले का 6 में लिखा प्रभु ने आपको बुलाया है ഇപ്പൊ നിങ്ങൾക്ക് സംഭവിച്ചത് അതിനെ വിട്ടത് നിങ്ങൾ ക്രിസ്തുവിനെ अभी आपने प्रभु को छोड़ दिया പക്ഷെ അത് വിട്ടു എന്നുള്ള വാക്യാണ് മലയാളത്തിലെ പക്ഷെ ഗ്രീക്കിൽ അറിയാമോ ലീവ് എന്നുള്ള വാക്കല്ല എഴുതിയിരിക്കുന്നത് സൈഡ് ആക്കിയെന്ന जो उधर हली छोड़ दिया करके नहीं किनारा कर दिया करके इब्रानी भाषा എന്ന് പറഞ്ഞ യേശുവിനെ സൈഡ് ആക്കിയിട്ട് മറ്റു പറഞ്ഞ ഹീറോ ആക്കി यीशु मसीह को किनारे कर अपने आप को ऊंचा कर दिया है ഞാൻ ചോദിച്ചു ഈ മീറ്റിംഗിനകത്ത് ഒറ്റ സൂപ്പർ ഹീറോയേ ഉള്ളൂ हमारे मीटिंग में केवल एक ही हीरो है അത് യേശുവാണ് हमारा यीशु है ഒറ്റ ഹീറോയേ ഉള്ളൂ एक ही हीरो है അത് യേശുവാണ് वही यीशु है ഇപ്പം പാസ്റ്റർ എന്നെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടെ എന്നെ പൊക്കാരുന്നു बस आपने कोई बात बड़ी अच्छा बात बोला और थोड़ा भी मेरे बारे में बोल सकता അപ്പൊ था ഞാനും തിരിച്ചു പൊക്കും तब मैं भी उसको उठाएगा അപ്പൊ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോണ്ടല്ലോ സത്യം പറഞ്ഞാൽ പിന്നെ പ്രസംഗിച്ചിട്ട് പോലും കാര്യമില്ല कई कई जगह में देख अपने आप को हर दूसरे को बड़ा ठड़ा कर बोलने से प्रचार करने से कोई मतलब नहीं എടുത്തിട്ട് എന്നെ കുറിച്ച് ഒരു ചരിത്രം പറയും ഇതുകൊണ്ടൊന്നും എനിക്ക് ഒരു ബന്ധവും കാണത്തില്ല उन लोगों ने ऐसे चरित्र बोलते मेरे को उसका कोई संबंध नहीं होगा അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കിയടി പരിപാടിയാണ് ये दोनों तरफ से एक दूसरे को बढ़ावा देते हैं ഭാഷ ഓർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു മര്യാദയ്ക്ക് പറഞ്ഞു നിർത്തി पास्टर साहब ने बहुत अच्छे तरीके में थोड़ा सारा सीना बोल के खत्म कर दिया എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കുന്ന ഇഷ്ടമാണ് दूसरे लोगों को अपने आप को दूसरे को बढ़ा कर सुनना बहुत अच्छा लगता है ഇഷ്ടമല്ലെന്നൊക്കെ പറഞ്ഞ ചുമ്മാണ് नहीं पसंद नहीं करके बोलना अच्छा नहीं है ഞാൻ ഈ കഴിഞ്ഞ മീറ്റിങ്ങുകൾക്ക് ഒരു ദിവസം മീറ്റിങ്ങിന് പ്രസംഗിക്കുമ്പോൾ സ്റ്റേജിൽ എനിക്ക് പരിചയമുള്ള പുള്ളിയുടെ പേര് ഞാൻ പറയാൻ വിട്ടുപോയി मैंने पिछले दिन में मुझे पहचानने वाले के व्यक्ति का नाम उठाना बिठाना स्टेज में भूल गया मैं പുള്ളി പിന്നെ ഫോൺ പോലും എടുത്തില്ല फिर उनको फोन किया तो फोन तक उठाते नहीं है അപ്പൊ പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കം നല്ലതാണേലും എൻ്റെ ഒരു അഭിപ്രായം 7 മണിക്ക് യോഗ തുടങ്ങുന്നെങ്കിൽ ഇച്ചിരി ട്രാഫിക് ആണെങ്കിൽ നേരത്തെ ഇനി വരണം വന്നിട്ട് ഒരു 6 മണിക്ക് വന്ന് കസേര അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇഷ്ടം പോലെ പൊക്കിയേക്കണം यदि आपको 7 बजे से आराधना होता है सर आप 6 बजे से आ जाना है और आपस में एक दूसरे को हल बढ़ावा देना है बोलते रहना है പക്ഷെ യോഗം തുടങ്ങിയാൽ ഒരു മനുഷ്യനെ ഉയർത്തേ यदि आराधना शुरू होता है कोई मनुष्य पूछा करता नहीं ഇപ്പൊ അങ്ങനെയൊക്കെയുള്ള ദൈവദാസന്മാരെ ദൈവം നമുക്ക് തന്നതോർത്ത് ദൈവം ऐसे प्रभु के दासों को हमको दिया इसलिए प्रभु को धन्यवाद देना है ഇപ്പൊ ഞങ്ങൾ ഗുജറാത്തിൽ ഒരുമിച്ചുണ്ടായിരുന്നു ഒന്നും അദ്ദേഹം പറയാൻ പോയില്ല ഇവിടെ പറഞ്ഞു എന്റെ കാര്യം പറഞ്ഞു അദ്ദേഹം എന്നെ ഇൻവൈറ്റ് ചെയ്തു പക്ഷേ ഇത് പൊക്കി അടിച്ചാലുണ്ടല്ലോ പിന്നെ പറയാനൊന്നും ഇല്ല നമുക്ക് हम अपने दूसरों को हल बढ़ा चढ़ा कर बोलने से और कुछ बोलने के लिए हमारे पास बात नहीं बचेगा ഉയർത്താൻ നമുക്ക് ഒരു നാമമേ ഉള്ളൂ वो ऊंचा करने के लिए केवल एकमात्र नाम है പണ്ട് പിതാക്കന്മാരൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട് പണ്ടത്തെ കൺവെൻഷനുകളൊക്കെ അത്ഭുത വിടുതലുകൾ നടക്കുന്ന കാര്യമാണ് पुराने जमाने के लोगों को हल मालूम है कि आपने अच्छे बगायों में अद्भुत कार्य होता അവിടെ था നമുക്ക് പൊക്കാൻ ഒരു റവറന്റും ഇല്ലായിരുന്നു ഒരു ഡോക്ടറും ഇല്ലായിരുന്നു ഒരാളും ഇല്ലായിരുന്നു ഉയർത്താൻ യേശുവേ ഉള്ളായിരുന്നു उधर कोई प्रकार की व्यक्तित्व को ऊंचा करने के लिए केवल यीशु मसीह को ऊंचा किया जाता है ഞായറാഴ്ച വരെ നടക്കുന്ന മീറ്റിംഗിൽ നമുക്ക് യേശുവിന് വേണ്ടി കൈയടിക്കാം इतवार तक हमारी सभाओं में यीशु को महिमा दे നമ്മുടെ സഭായോഗങ്ങളിൽ യേശു ഉയരട്ടെ हमारी आराधना में यीशु की നമ്മുടെ കോട്ടേജ് മീറ്റിംഗിൽ യേശു ഉയരട്ടെ हमारी घर की प्रार्थना നമ്മുടെ में കൺവെൻഷനിൽ യേശു ഉയരട്ടെ हमारी चर्च में നമ്മുടെ യൂത്ത് മീറ്റിംഗിൽ യേശു ഉയരട്ടെ जवानों की सभा में यीशु നമുക്ക് വേണ്ടി ചങ്കിലെ ചോര തന്ന ആ കർത്താവിനെ ഇന്ന് രാത്രിയിലും ആത്മനിറവിൽ അല്പസമയം ആരാധിക്കാൻ കർത്താവിനെ ആരാധിച്ചാട്ട് ഭൂഷിയുടെ കർത്താവിനല്ലാതെ നമുക്ക് പ്രശംസിക്കാൻ വകയില്ല. ഉദവ സന്ദര ചന്ദര വൈദവ ഭീമര സന്ദര ധാരവ അത്തരേ നീലവം ധാരവം ധാരവം ഒറ്റ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകാം एक भी बात बोल कर प्रार्थना करो जा സംഭവിച്ച പരാജയം 6ാമത്തെ പരാജയം छठवीं पराजय
4 വിടുകയാണ്. मैं 4 बातों को 6-ാമത്തെ കാര്യം ഗലാത്യലേഖനം 1:10. गलाती पहले के 10 आयत से जुड़े बात. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നു. यदि मैं क्या मनुष्य और हलिया परमेश्वर को प्रसन्न करता है, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നു. यदि मैं मनुष्य को प्रसन्न करता ഇന്ന് है, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കും. यदि आज भी मैं मनुष्य को प्रसन्न करता है, परमेश्वर का दास नहीं है. ഗലാത്യ സഭയിൽ പൗലോസ് പറയുന്നത് ഞാൻ നിങ്ങളുടെ ആയിരുന്നപ്പോൾ ഒരാളെ മുഖം നോക്കത്തില്ലായിരുന്നു, വെച്ച് പറയുമായിരുന്നു. പക്ഷെ ഇപ്പൊ കയറിയവരെല്ലാം ലക്ഷ്യം എന്താണെന്നറിയാമോ? മനുഷ്യനെ प्रसादित। पौलुस कहते हैं मैं कलीसिया में जब था मैं किसी का चेहरा देखता नहीं था, परंतु अभी के लोगों को दूसरों को पहले बड़ा चढ़ाकर बोलने की आदत हो गया। പ്രായപരിധി ഒന്നും വിഷയമല്ലെങ്കിലും പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് പ്രായവും വിഷയമല്ല, എല്ലാവരോടും കൂടെ പറയാണ് ഇന്ന് കർത്താവിന് വേണം മനുഷ്യനെ പ്രസാദിപ്പിക്കാതെ ദൈവത്തിന്റെ നാവായിരിക്കാൻ കർത്താവ് ആളെ തെരഞ്ഞു നടക്കാം। बड़े लोगों को भी हलचाइए जवाब उनके साथ है। मैं आपसे बोलना चाहता हूँ प्रभु की आवाज बनने के लिए, उनकी हली जबान बनकर खड़ा रहने के लिए ऐसे लोगों को प्रभु आज छूटता है। കാരണം കർത്താവിന് വേണ്ടതെന്നറിയാമോ? ആഡ് ചെയ്യാതെ കാര്യം കാര്യമായിട്ട് പറയുന്ന ആളുകൾ। प्रभु ऐसे लोगों को चाहते, कोई मिलावट बिना जो कुछ भी है ऐसे वास्तव में बोलने वाले को प्रभु चाहता है। യിരെമ്യാവിനോട് കർത്താവ് പറഞ്ഞു, യിരെമ്യാവേ ചിലതിനെ നീ പൊടിക്കണം, यिर्मयाह से प्रभु बोला तुम कुछ बातों को गिरा देना है और कुछ बनाना है, ചിലതിനെ നീ കെട്ടണം, ചിലതിനെ നീ അഴിച്ചുവിടണം। कुछ बात को खोलना है, कुछ बात को बांधना है। യിരെമ്യാവ് പറഞ്ഞു, കർത്താവേ എനിക്ക് സംസാരിക്കാൻ അറിയില്ല, यिर्मयाह बोला मैं हले बोलने के लिए हले सामर्थ्य नहीं हूँ, ഞാൻ ബാലനാണ്। मैं बालक हूँ। കർത്താവ് പറഞ്ഞു, നീ ബാലനാണെന്ന് നീ പറയരുത്, आप बालक है क्या बोलना नहीं। എവിടെങ്കിലും പറഞ്ഞു വിട്ടാൽ പൊക്കോണം। जहाँ कहीं भी प्रभु भेजे आप जाना है। പിന്നെ ആരോടാ പറയാൻ പറയുന്നത് ഞാൻ പറയും, എന്താ പറയണ്ടേന്ന് ഞാൻ പറയും, മോഹത്ത് നോക്കി പറഞ്ഞേക്കണം। जो भले सबको जाने के लिए हम भी बोले तो तू जाना, कैसे बोलना, किससे बोलना, क्या बोलना है मैं बोलूंगा, तुम चेहरे पर बोल देना है। അതിന് കഴിവ് വേണം, उसके लिए हिम्मत का कोई അതിനൊരു കഴിവുണ്ട്, उसके लिए आपको कोई योग्यता की जरूरत नहीं അതിന് है। കർത്താവിനുള്ള സ്നേഹം മാത്രം മതി। आपको प्रभु की प्रेम केवल बाकी काफी है। നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു ഉദാഹരണം പറയാം। एक दृष्टांत में आपसे समझाने के लिए बोलता हूं। IPC ആലപ്പുഴ സെന്ററിന്റെ പാസ്റ്റർ എബ്രഹാം ജോർജ് അദ്ദേഹത്തിന്റെ പേര് ചിലർക്ക് അറിയാം। आलपुरा में जोसेफ करके प्रभु का दास मंदिर हो जाता है। അപ്പൊ അദ്ദേഹം ഇച്ചിരി സ്ട്രിക്റ്റ് ആണ്, वो थोड़ा स्ट्रिक्ट है, 19 വയസ്സായി ഇപ്പൊ। 80 साल का है। അപ്പൊ അദ്ദേഹത്തിന്റെ അവിടെ മാസൂത്ത് ഞാൻ പോയതാണ്। उधर उनके मंथली मीटिंग में मैं गया था। അപ്പൊ എന്നോട് പറഞ്ഞു, മോനെ 12 മണിക്ക് സമയം തന്നിട്ട് പറഞ്ഞു 12:50 വരെയുള്ള സമയം, 1 മണിക്ക് ഒരു ബസ്സുണ്ട്, എല്ലാവർക്കും വീട്ടിൽ പോകണം, 12:50 ആകുമ്പോൾ പ്രസംഗം നിർത്തണം, 1 മിനിറ്റ് പോലും എടുക്കരുത്, എടുത്താൽ ഞാൻ പിടിച്ചിരുന്നു പറഞ്ഞു। उन्होंने बोला है 12 बजे देने के बाद बोला 12:50 को समाप्त करना है, 1 बजे की गाड़ी में सबको घर जाना है, उससे 1 मिनट भी आगे ले तो मैं बिठाऊंगा। അപ്പൊ ആ ഒരു ഒഴുക്കിനനുസരിച്ച് ഞാനങ്ങ് പോയി। वो मैं ऐसे बहाव जहाँ मैंने ऐसे चलते गया। അപ്പം ഒരു 12:30 പെട്ടെന്ന് ഞാൻ വാച്ച് നോക്കുമ്പോൾ 12:45 मैं खास करके देखा तो 12:45 बज गया है। പ്രസംഗം ഒരു കരയ്ക്ക് എത്തിയിട്ടില്ല। मैं भाई इनार तो पहुंचा भी नहीं है। അപ്പം ഈ പാസ്റ്ററുടെ സ്വഭാവം എനിക്കറിയാം, ഉറപ്പ് എന്റെ മുണ്ടേ പിടിച്ചിരിക്കും। मुझे मालूम है पास्टर साहब बुजुर्ग होने के कारण खड़क है, वो मुझे बिठा देगा। രവി പാസ്റ്റർ സൈഡിലായിരിക്കുന്നത്, अभी पास्टर साइड में है। ഞാനിങ്ങനെ സ്റ്റാൻഡേ വെച്ചിട്ട് പ്രസംഗിക്കുകയാണ്, ഇദ്ദേഹം തൊട്ട് പറയുക। वहाँ समय स्थान में ऐसे प्रचार कर रहा हूँ, वो एकदम मेरे पीछे बैठा है। പ്രസംഗം എവിടെയോ എത്തിക്കണമല്ലോ, प्रचार को कहाँ भी समाप्त करना है। അപ്പൊ ഞാൻ ഇത് എടുത്തുണ്ടെങ്കിൽ ഇറങ്ങി, मैंने वो माइक लेकर बाहर निकला, മൈക്ക് എടുത്തുണ്ടെങ്കിൽ ഇറങ്ങി। माइक लेकर बाहर निकला। അപ്പൊ 9 മണി വരെ സഹിക്കും, 9 മണി കഴിഞ്ഞിട്ട് ഇവിടുന്ന് വരുന്ന സ്തോത്രം ഒന്നും നല്ല സ്തോത്രം അല്ല। 9 बजे तक संभालेगा, 9 बजे के बाद बाजू से आने वाला धन्यवाद अच्छा धन्यवाद नहीं होगा। നിങ്ങൾ പറഞ്ഞ സ്തോത്രം ഓക്കെ, പക്ഷെ അവിടുന്ന് വരുന്ന സ്തോത്രം നിർത്താനുള്ള സിമ്പല। आप आगे से जो हले आने वाला हो और पीछे से जो धन्यवाद हो तो रोकने के लिए होगा। അപ്പം എബ്രഹാം ജോർജ് പാസ്റ്റർ ഇങ്ങനെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, ഞാൻ മൈക്ക് കൊടുത്തോണ്ട് ഇങ്ങനെ ആൾക്കാരുടെ मैं पास साहब गुजर के उनको डरता था, बाहर हले माइक लेकर बाहर निकला। എന്റെ മനസ്സിലൊരു അകമഴിഞ്ഞ വിശ്വാസം, ഇതിന് പുറകെ വന്ന് പിടിക്കത്തില്ല। मेरे को मालूम तो मेरे पीछे आकर पकड़ेगा नहीं, मुझे विश्वास था। പക്ഷെ ഒരു 1:05 കഴിഞ്ഞാണ്, 1:05 1:10 വരെ ആയി കാണും പരമാവധി। 1:05 1:10 हो गया होगा। ഒരു സംഭവം एक बात हो गया। ഇവിടെ ആ പരത്തുള്ള കൊച്ചുങ്ങളൊന്നും ഇല്ല, ऐसे प्रकार का कोई बच्चे इधर नहीं है। ഇതിനെ അവനെ കളിച്ചു കൂടെ കാണും। ये छोटे बैठा है उससे थोड़ा सा होगा। 5 6 വയസ്സുള്ള ഒരെണ്ണം ഇങ്ങോട്ട് വന്നൊരു തട്ട്, वो छोटे से बच्चे आकर मेरे को हाथ मिलाया। ഭാഷ പറഞ്ഞാൽ നിർത്താൻ। पास्टर ने बोला बंद करने के लिए बोला। യോഗം കഴിഞ്ഞപ്പോൾ ഞാൻ പാസ്വേഡ് ചോദിച്ചു, പക്ഷെ അതിന് വല്ലാത്ത പേടിയാണ്। वो पास्टर को प्रचार होने के बाद मैंने पूछा पास्टर वो थोड़ा ज्यादा हो അപ്പൊ गया। പാസ്റ്ററിനോട് പറഞ്ഞ കാര്യമാണ്, पास्टर मेरे से बोला है, കീബോർഡ് വായിക്കുന്ന ടൈറ്റസിനോട് ഞാൻ 10 പ്രാവശ്യം പറഞ്ഞു, ആ പുള്ളി സമയം കഴിഞ്ഞു പോവാണ്, ചെന്ന് പറഞ്ഞ് നിർത്താൻ ടൈറ്റസിനോട് ഞാൻ എന്നെ കൊണ്ടൊന്നും പറ്റുന്നത്, കാരണം ടൈറ്റസ് ഞങ്ങളുടെ നല്ല ബന്ധമാണ്,
टाइटस से मैंने बोला था टाइम हो गया उनको जाकर बंद करने के लिए बोलो करके बोला, मारो बोला नहीं मेरे से नहीं होता അപ്പൊ है। ഭാഷ പറയാണ് ഞാൻ നോക്കിയപ്പോ സൈസിന് അടിക്കാൻ പറ്റിയത് കൊച്ചാ. मैं जो बोलेगा वही बोलने वाले छोटा बच्चा है। കാര്യം അവനെ സംബന്ധിച്ചോളം ഞാൻ PIP പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞാൽ അവനെന്തുവാ? उनको छोटा बच्चा है, मैं PYP का प्रेसिडेंट बोलने से उसको क्या है? അവന് ബന്ധം പാർശ്വപച്ചനുമായിട്ടാണ്. उनको पास्टर बच्चन के साथ संबंध है। പാർശ്വപച്ചൻ ദൂത് കൊടുത്താൽ നിർത്തുന്ന ദൂത്. पास्टर बच्चन ने संदेश दिया बंद करने के लिए बोला है। ഞാൻ ആരാന്ന് നോക്കാതെ ഇങ്ങോട്ട് വന്ന് തട്ടിയിട്ട പറഞ്ഞ പറഞ്ഞിട്ടുണ്ടല്ലോ, वो അങ്ങനെ आके പറയാൻ मेरे को हाथ लगाकर उन्होंने जो बोला है, അങ്ങനെ പറയാൻ നമുക്ക് ആള് വേണം. वो ऐसे बोलने के लिए हमारा मध्य में लोग होना चाहिए। കർത്താവ് ഇങ്ങനെ മനസ്സിലുള്ളത് പങ്കുവെക്കാൻ നടക്കുക. प्रभु अपने मन की बातों को बांटने के लिए लोगों को ढूंढता है। പക്ഷെ പണ്ടത്തെ അമ്മച്ചിമാരും അപ്പച്ചമാരും സ്കൂളിന്റെ വരാന്ത പോലും കണ്ടിട്ടില്ലേ? पुरानी हली माता पिता है स्कूल में गया नहीं था, ഏത് അച്ഛനാ നോക്കാതെ മോഹത്ത് നോക്കി അടിക്കുമായിരുന്നു. कोई भी भाई साहब को देखता नहीं था, परमेश्वर की वाणी को पहुंचा रहता था। എത്ര പ്രവാചകന്മാരും നമുക്കുണ്ടായിരുന്നു. उन दिनों में हमारे मध्य में भविष्यवक्ता भविष्यवाणी बोलने वाला भाई बहन लोग थे। ഇന്ന് കർത്താവിന് അറിയാം ദൂത് കൊടുത്തിട്ടും കാര്യമില്ല. आज को प्रभु को मालूम उनको संदेश देकर कोई मतलब नहीं है। പുള്ളിക്ക് പേടി എന്നെയല്ല അച്ഛനെയാണ്. उनको मेरे से नहीं, अच्छा इनको डरता है, भैया को डरता है। കർത്താവ് തേടി പിടിച്ച് നടക്കാണ്. ഒരെണ്ണം ഉണ്ടോ? इसलिए आज प्रभु ढूंढते रहता है, प्रभु की वाणी सुनाने लायक कोई है क्या? ഈ യോഗത്തിന്റെ പ്രാരംഭ രാത്രിയിലും ദൈവാത്മാവ് അങ്ങനെ ചിലതിനെ ഇതിൽ നിന്ന് आज പൊക്കുകയാണ്. शुरुआत के सलाह में भी हमारा मध्य में भी प्रभु ऐसे लोगों को ढूंढता है। കർത്താവിന്റെ നാവായുധമാരായ प्रभु की हलिया जो आवाज ढूंढने के लिए എന്റെ പ്രിയപ്പെട്ടവർ ബൈബിൾ എല്ലാം ഒന്ന് മടക്കി വെച്ചാൽ सारे लोग बाइबल को बंद करके रखे हैं। നമ്മുടെ പ്രാരംഭ ദിവസമാണല്ലോ, സമയം നീട്ടുന്നത് ശരിയല്ല. आज जब शुरुआत की रात है, हली लंबा समय लेना പക്ഷേ नहीं ഒരു चाहता। 6-7 മിനിറ്റ്, ഞാൻ അതുകൊണ്ട് അങ്ങനെ നിർത്തിയത്, ഒരു 6-7 മിനിറ്റ് ദയവ് ചെയ്ത് നിങ്ങൾ പുറത്തിറങ്ങി പോകരുത്. 6-7 മിനിറ്റ് നിങ്ങൾ നിർവികാരമായിട്ട് ഇവിടെ ഇരിക്കരുത്. ബൈബിളൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് അല്പസമയം നമ്മൾ ദൈവത്തെ സ്തുതിക്കാം. 5-6 मिनट